السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. أشهد يا رسول الله أنك قد بلغت الرسالة وأديت الأمانة ونصحت الأمة تركتهم على المحجة البيضاء فجزاك الله ما هو أهلك وأعطاك الله سؤلك وصلى الله وسلم عليك يا سيدي يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. صدق الله. അള്ളയെ മാത്രം കൊള്ളടോ മറ്റതെല്ലതും റോട്ടിൽ തള്ളടോ. അള്ളയുണ്ടെങ്കിലുണ്ട് സർവ്വതും ഇല്ലെങ്കിലൊന്നുമില്ലടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. പാമ്പിനെ ഭയക്കുന്ന രീതിയിൽ റബ്ബിനെ ഭയക്കണ്ടടോ. ഉപ്പയെ പ്രിയം വെച്ച രീതിയിൽ റബ്ബിനെ പ്രിയം വെക്കടോ. ആദരണീയരായ പ്രിയ സുഹൃത്ത് ഫാറൂഖ് വാഫി ഉസ്താദ് അവറുകളെ, സ്വാഗത ഭാഷണം നിർവഹിച്ച മറ്റു വേദിയെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന നാട്ടിലെ കാരണവന്മാർ, കമ്മിറ്റി ഭാരവാഹികൾ, മഹൽ വ്യക്തിത്വങ്ങൾ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സദസ്സിലെ പ്രിയപ്പെട്ട സനീബ് വാഫി ഉസ്താദ് അടക്കമുള്ള സുഹൃത്തുക്കളെ, ഉപ്പമാരെ, സഹോദരിമാരെ, സ്നേഹനിധികളായ വിദ്യാർത്ഥിനികളെ, മജ്ലിസിൻ നൂറിൻ്റെ മഹനീയമായ സദസ്സിൻ പുണ്യം കാംക്ഷിച്ചുകൊണ്ട് നമ്മൾ ഈ സദസ്സിലേക്ക് അണയുന്ന സമയത്ത് നമ്മൾ വെച്ച ഓരോ ഖത്വത്തിൻ്റെയും പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് സെഷനുകൾ ബാക്കിയുണ്ട്. ക്ഷണത്തിനും മുതിരാതെ എൻ്റെ വിഷയം ചുരുങ്ങിയ സമയത്ത് അല്ലാഹു സ്നേഹമാണ് എന്നതിലൂന്നി അല്പകാര്യം പിഷ്ടപേഷണം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ റബീഇൻ്റെ ദിവസങ്ങൾക്ക് മുമ്പുള്ള ഒരു രാത്രിയിൽ
ആകാംക്ഷയോടെ പള്ളികളും മതസ്ഥാപനങ്ങളും വീടുകളടക്കം ഹബീബിൻ്റെ അപദാനങ്ങൾ പാടാനും മനോഹരമായി ആ ഒരു പ്രേമം മനസ്സിനകത്തേക്ക് അകത്തേക്ക് ആവാഹിക്കാനും വേണ്ടി വെമ്പൽ കൊള്ളുന്ന നിങ്ങളോട് ആ ഹബീബിൻ്റെ സ്നേഹഭാജന എങ്ങനെ സമർപ്പിക്കണമെന്ന് മതപ്രഭാഷണ വേദികളിലും അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ അപദാനങ്ങൾ പറയുന്ന സദസ്സുകളിലൊക്കെ നിങ്ങൾ കേട്ട സൂറത്തു ആലു ഇമ്രാനിലെ ആയത്ത് കൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിന് തുടക്കം കുറിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. മനോഹരമായ സൂറത്തു ആലി ഇമ്രാനിലെ ഒരു ആയത്ത്. നിങ്ങളുടെ കർണപുടങ്ങളെ ഒരിത്തിരി സമയം ഈ കൊച്ചനുജന് വേണ്ടി തരാൻ തയ്യാറാണെങ്കിൽ അത്ഭുതങ്ങളുടെ കലവറകൾ ഞാൻ ഈ ആയത്തിലൂടെ തുറക്കാൻ പോകുന്നു നിങ്ങളുടെ മുമ്പിലേക്ക്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്. പുരുഷാരമേ, നമ്മളൊക്കെ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരായി മാറിയിട്ടുണ്ടെങ്കിൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, പടച്ചവൻ അള്ളാഹുവിനെ, അഖിലാണ്ട മണ്ഡലത്തിന്റെ അധിപനെ, എല്ലാത്തിനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിനെ സെക്കൻഡുകൾ കൊണ്ട് ഓരോ നിമിഷങ്ങളിലും ഓരോ സൃഷ്ടിക്കും വേണ്ടത് അപ്പോൾ ചെയ്തു കൊടുക്കുക എന്നതാണല്ലോ റബ്ബെന്ന് പറഞ്ഞതിന്റെ മാന. അങ്ങനെ ഓരോ സൃഷ്ടിയെയും വെവ്വേറെ കണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ നൽകുന്ന പടച്ചതമ്പുരാൻ ആ അള്ളാഹുവിനെ നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ, സ്നേഹത്തോടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ, ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിന്തുടർന്നുകൊള്ളുവിൻ, നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുവിൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആലി ഇമ്രാനിൽ ഹബീബിനെ ഫോളോ ചെയ്യാൻ പറയുന്നതിന്റെ മുമ്പേ ഒരു ഷർത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ആളായിരിക്കണം. ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നമ്മുടെ കാമുകൻ, നമ്മുടെ സ്നേഹനിധി അള്ളാഹുവായി മാറിയതിന് ശേഷം മതി എൻ്റെ ശരീഅത്ത് കൊണ്ടുവന്ന ഹബീബിനെ ഫോളോ ചെയ്യാൻ പോവേണ്ടത്. അതിന് ശേഷം മതി ഞാനാവണം ആദ്യം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ടത്. ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്. അങ്ങനെ നമ്മുടെ ഹൃദയങ്ങളായിട്ടുണ്ടോ? ഒരുമിച്ച് കൂടിയ പെങ്ങളെ, ഒരുമിച്ച് കൂടിയ സഹോദര, ചെറുപ്പക്കാര, ന്യൂ ജനറേഷന്റെ പളപളപ്പിൽ ഓടി നടക്കുന്ന യുവ സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഹൃത്തടത്തിൽ ആരാണ് ഒന്നാമതായി വന്നിട്ടുള്ളത്? സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്നാം സ്ഥാനത്തേക്ക് വെച്ചിട്ടുണ്ടോ? മനസ്സാകുന്ന ഡിസ്പ്ലേയിൽ കടന്നു വരുന്ന ആ ഒരു ചിത്രം അള്ളാഹുവായി മാറിയിട്ടുണ്ടോ? എന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതിന് ശേഷം മതി എൻ്റെ ഹബീബ് കൊണ്ടുവന്ന ശരീഅത്തിനെ ഫോളോ ചെയ്യലെന്ന് സൂറത്തു ആലി ഇമ്രാനിൽ അള്ളാഹു പറഞ്ഞു വെച്ചില്ലേ? ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്. എപ്പോഴാണ് ഒരാൾക്ക് എപ്പോഴാണ് ഈമാൻ കിട്ടിയെന്ന്, ഈമാന്റെ മാധുര്യം ലഭിച്ചെന്ന് പറയാൻ സാധിക്കുക? ദാക തുഅമലുൽ ഈമാൻ, ഈമാന്റെ ടേസ്റ്റ് കിട്ടിയെന്ന് പറയാൻ ആവുന്നത് അയാളുടെ ഹൃദയത്തിനകത്ത് ഞാൻ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു, തൃപ്തിപ്പെട്ടിരിക്കുന്നു, റബ്ബൻ എൻ്റെ രക്ഷിതാവായിട്ട്, എൻ്റെ രക്ഷിതാവായി ഞാൻ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ബോധതലത്തിലേക്ക് നമ്മുടെ ഈമാൻ എത്തിയിട്ടുണ്ടോ?
വബി മുഹമ്മദിൻ നബിയാ, എന്റെ പ്രവാചകർ മുഹമ്മദ് നബിയാണ്, എന്നിലേക്ക് അയച്ച മെസ്സഞ്ചർ അത് മുഹമ്മദ് നബിയാണെന്ന ബോധതലത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ? അപ്പോഴാണ് ഈമാന് ടേസ്റ്റ് ഉണ്ടാവുക. വബിൽ ഇസ്ലാമി ദീനാ, ഞാനൊരു മതത്തിലെ, അതും ഇസ്ലാം എന്ന് പറയുന്ന റിലീജിയന്റെ മെമ്പറാണ് എന്ന ബോധത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ? വബിൽ ഇസ്ലാമി ദീനാ, അവിടെ നമ്മൾ എത്തിയിട്ടുണ്ടോ? അള്ളാഹുവിനെ നമ്മുടെ മനസ്സിൽ ഒന്നാം സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമുക്കതിനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടോ? ഈമാൻ, അവിടത്തേക്ക് നമ്മളുടെ ഈമാൻ എത്തിയിട്ടുണ്ടോ? ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. കസീർ അൽ ഹിംസി റളിയല്ലാഹു തആല അൻഹു, ഹിംസ് എന്ന നാട്ടിൽ 60 കൊല്ലക്കാലം അവിടുത്തെ മഹല്ലിലെ ഇമാം ജോലിയെടുത്ത ആള് കസീറുൽ ഹിംസി റളിയല്ലാഹു തആല അൻഹു. 60 കൊല്ലക്കാലം അവിടുത്തെ ജനങ്ങൾക്ക്, സൊസൈറ്റിയിലെ മെമ്പേഴ്സിന് ഇമാം നിന്ന് നിസ്കരിച്ച കസീർ അൽ ഹിംസി റളിയല്ലാഹു തആല അൻഹുവിനെ 6 തലമുറകൾക്കിപ്പുറത്തെ ഒരു ചെറുപ്പക്കാരൻ ചെന്ന് ചോദ്യം ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാലങ്ങളായി അങ്ങയുടെ പിന്നിൽ നിന്ന് ഞങ്ങൾ മഅമൂമായി നിസ്കരിക്കാൻ തുടങ്ങിയിട്ട് ഒരൊറ്റ നിസ്കാരത്തിൽ പോലും അങ്ങ് സഹവിന്റെ സുജൂദ് ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. കസീറുൽ ഹിംസി എന്നവരോട് നാട്ടുകാർ ചോദ്യം ചെയ്തപ്പോ കസീറുൽ ഹിംസി എന്നവർ പറഞ്ഞത്, മാ ദഖൽതു മിൻ ബാബിൽ മസ്ജിദ്, പള്ളിയുടെ വാതിലിലൂടെ ഞാൻ അതിലേക്ക് പ്രവേശിച്ചിട്ടില്ല. വഫീ നഫ്സി, എന്റെ നഫ്സിൽ അള്ളാഹുവിനെ മാത്രമാണ് ഞാൻ അവിടേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്നത്. പള്ളിയിലേക്ക് എത്തുമ്പോൾ എന്റെ മനസ്സാകുന്ന സ്ക്രീനിൽ, മോണിറ്ററിൽ വരുന്നത് അള്ളാഹു മാത്രമാണ്. എന്റെ കാമുകന്റെ ആ വീടിന്റെ മുമ്പിൽ, അവന്റെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോ പിന്നെങ്ങനെയാണ് എന്റെ മനസ്സിലേക്ക് ഒരാൾ കയറി വരുന്നത്? എന്റെ ബിസിനസ്സിലെ കണക്കുകൾ എപ്പോഴാ പിന്നെ കയറി വരാൻ അവസരമുണ്ടാകുന്നത്? ടാലി എപ്പോഴാണ് ഞാൻ നിസ്കാരത്തിൽ വെച്ച് നിർവഹിക്കാൻ പറ്റുന്നത്? കാമുകന്റെ അടുത്ത് ചെന്ന് നിന്ന് ഒരു ചെറുപ്പക്കാരിയും ഒരു കാമുകിയും കാമുകന്റെ മുമ്പിൽ നിന്നുകൊണ്ട് മറ്റൊരാൾക്ക് മെസ്സേജ് ഫോർവേഡ് ചെയ്യാറില്ല. അത് സാധ്യവുമല്ല. അവിടെ ക്ലാഷ് ഉറപ്പാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ നിന്നിട്ട് പോലും അവൻ ഇഷ്ടമില്ലാത്തത് ചിന്തിക്കുകയും അവൻ ഇഷ്ടമില്ലാത്തത് ആലോചിക്കുകയും എങ്ങനെയോ നിസ്കാരം തട്ടിക്കൂട്ടുകയും ചെയ്യുന്നവർ അള്ളാഹു ഒന്നാം സ്ഥാനത്തെത്തിയിട്ടില്ല. പടച്ചവനോട് നമുക്ക് സ്നേഹം തോന്നി തുടങ്ങിയിട്ടില്ല. എങ്ങനെയാ സ്നേഹമുണ്ടാവുക? പടച്ചവൻ നമ്മളെ സ്നേഹിക്കുന്നു എന്ന്, അല്ലെങ്കിൽ പടച്ച തമ്പുരാൻ സ്നേഹമാണെന്ന് നമ്മുടെ മനസ്സിനകത്തേക്ക് ആരും തന്നിട്ടില്ലല്ലോ. ചെറുപ്പത്തിലെ ഉമ്മമാര് നമ്മെ പഠിപ്പിച്ചത്, ചെറുപ്പത്തിലെ ഉമ്മമാര് നമ്മളോട് പറഞ്ഞു വെച്ചത്, നിസ്കരിച്ചില്ലെങ്കിൽ പൊന്നുമോനെ അള്ളാഹു നരകത്തിലിടുമെന്ന്, സിറാത്ത് പാലം കടന്നു പോവണമെന്ന്, മഹ്ശറ ഭയാനകമാണെന്ന്, ഖബറെന്ന ലോകത്ത് ലാഅത്തുണ്ടെന്ന്, മരിക്കുമ്പോ ആകാശം പൊട്ടിവീഴുന്നതിനക ഇടക്ക് പെട്ടുപോകുന്നവന്റെ വേദന ഒരു മരണത്തിനുണ്ടെന്ന്, ഒരു മഫ്സലിലെ ഏരിയയിലെ റൂഹ് പിടിക്കുമ്പോഴുണ്ടെന്ന്. ഇതല്ലേ കുട്ടികളെ പഠിപ്പിച്ചു വെച്ചത്? ആ അള്ളാഹു ഭീകരനാണ്. ആ പടച്ചവൻ നരകത്തിന്റെ ആളാണ്. സിറാത്തിലൂടെ കഷ്ടപ്പെടുത്തുന്നവനാണ്. ഖബറിലിട്ട് നമ്മളെ ഇടുക്കുന്ന, ജാമാക്കുന്ന ആളാണ് അല്ലാ. ഇതല്ലേ മാംസപിഞ്ചളം കുട്ടിയുടെ ഹൃദയത്തിനകത്തേക്ക് ഉമ്മ നിങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളത്, നിങ്ങൾ അവിടെ അപ്ഡേറ്റ് ചെയ്തു വെച്ചിട്ടുള്ളത്. ചെറുപ്പത്തിലെ ഈ അള്ളാഹു എങ്ങനെയാണ് കുട്ടിയോട് സ്നേഹമാണെന്ന് പറഞ്ഞു കൊടുക്കാതിരുന്നാൽ അവനെ കുറിച്ച് എങ്ങനെയാ അവൻ മനസ്സിലാക്കുന്നത്? കുറെ പ്രായമെത്തിയപ്പോ അള്ളാഹുവിനെ പരിചയപ്പെടുത്തേണ്ട ഉസ്താദുമാർ, അവരെ കുറിച്ചും ഉമ്മമാര് പഠിപ്പിച്ചു വെച്ചത്, ജ്യേഷ്ഠത്തിയുടെ അധ്യാപകനോട് ഞാൻ പറഞ്ഞു കൊടുക്കും, നീ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എന്ന്. 2 പേരെയും ഭീകരവാദികളാക്കി. ഉമ്മയും ഉപ്പയും. ഒരാളെ തന്നെ പറയണ്ട, 2 പേരെയും. അള്ളാഹുവിനെ നരകത്തിന്റെ ആളും അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന ഉസ്താദുമാരെ അടിയുടെ ആളുമാക്കി.
പിന്നെ എങ്ങനെയാണ് ആ കുട്ടിയുടെ മനസ്സിനകത്തേക്ക് നന്മ വളരുന്നത്? ചിത്രീകരിക്കപ്പെടുന്ന സകല സിനിമകളുടെയും ഇടയിലൂടെ തൊപ്പിയിട്ട ഒരു ഉസ്താദിയത്തുള്ള വേഷമുള്ള ഒരാൾ നടന്നു പോകുന്നുണ്ടാകും. അയാൾ ഒരു ഹാസ്യ കഥാപാത്രവുമായിരിക്കും. അവിടെയും ഉസ്താദുമാരന്തമില്ലാത്തവരായി ചിത്രീകരിക്കപ്പെട്ടു. മനോഹരമായിട്ട് ഈ കാര്യങ്ങളിൽ നിന്ന് നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മുമ്പിലൂടെ മിന്നി മറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതുപോലുള്ള കാഴ്ചകൾ കാണുന്നിടത്ത്, പരിചയപ്പെടുത്തിയിടത്ത് ഒക്കെ അള്ളാഹുവിനെയും അവിടുത്തെ പരിചയപ്പെടുത്തേണ്ട ആലിമീങ്ങളെയും ചിത്രീകരിച്ചത് ഭീകരരായി, പേടിപ്പിക്കുന്ന വസ്തുക്കളായി. എന്നാൽ അങ്ങനെയാണോ നമ്മുടെ അള്ളാഹു? അങ്ങനെയാണോ? 5 സമയങ്ങളിലാണ് ഡെയിലി അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കാണുന്ന പള്ളിയിൽ വെച്ച് അവൻ വിളിച്ചു വരുത്തുന്നത് നമ്മളെ. എന്തോരിഷ്ടമാണ് പടച്ച തമ്പുരാന് നമ്മെ, എന്തോരിഷ്ടമാണ്. ഒരു കാമുകിയെയും കാമുകൻ ഒരു ക്ലോസ് ഫ്രണ്ടിനെയും ഒരു ഇന്റിമേറ്റ് ഫ്രണ്ടിനെയും ഒരാളും തന്നെ ഡെയിലി 5 തവണ വിളിക്കാറില്ല. സ്നേഹമങ്ങ് മൂത്ത് പ്രണയത്തിന്റെ ആദ്യ ദശയിലൊക്കെ 1-2 മാസം വിളിച്ചെന്നിരിക്കാം. പിന്നെ വെറും വേസ്റ്റാണ്, അട്ടർ വേസ്റ്റാണ് അവർ. പിന്നെ വിളിക്കാറില്ല. ഫോൺ കാണുമ്പോ അതങ്ങ് ഓഫ് ചെയ്തിട്ട് അങ്ങ് വെച്ച് കളയുന്ന ഒരു രീതി. എന്നാൽ അള്ളാഹു ഡെയിലി വിളിച്ചു വരുത്തുന്നുണ്ട് അവന്റെ പള്ളിയിലേക്ക്. ഒന്ന് വരണേ, ഹയ്യ അലസ്സലാ, ഹയ്യ അലൽ ഫലാ. ഒന്ന് വരണേ, ഒന്ന് കാണാൻ പള്ളിയിലേക്ക് വരണേ. ഉമ്മ ഒന്ന് മുനാജാത്തിന് വേണ്ടി വുളൂ ചെയ്ത് നിസ്കരിക്കാൻ തയ്യാറാവണേ. ഇഷ്ടമാണ് അല്ലാഹ് നമ്മളോട്. എന്നിട്ടാണ് ആ വിളിച്ചു വരുത്തുന്നത്. അതും എവിടേക്ക്? ബൈത്തുള്ള പടച്ചവന്റെ പള്ളിയിലേക്ക്, അവന്റെ ഭവനത്തിലേക്ക്. എത്ര നല്ല ക്ലോസ് ഫ്രണ്ടുകളാണ് നിങ്ങളൊക്കെ. എത്ര തവണ നിങ്ങളെ വിളിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഫ്രണ്ട്? എത്ര തവണ വിളിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഫ്രണ്ട്? ചങ്ക് ബ്രോ എത്ര തവണ വിളിച്ചു നിങ്ങളെ? ഇല്ലല്ലോ. എന്നാൽ അല്ലാഹു വിരലിലെണ്ണാവുന്ന ദിവസങ്ങളിലായിരിക്കാം, ഏതെങ്കിലും പ്രത്യേക ഫംഗ്ഷന് വേണ്ടിയായിരിക്കാം വിളിച്ചിട്ടുണ്ടാവുക. എന്നാൽ പടച്ച തമ്പുരാൻ ഒരു ദിവസം 5 തവണയാണ് നമ്മളെ അവന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത്. ഏതെങ്കിലും സുന്നത്തിന്റെയോ ഫർളിന്റെയോ നിയ്യത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ നമ്മളായിട്ട് ആ സ്നേഹദാതാവിന്റെ മുമ്പിൽ നിന്ന് സലാം ചൊല്ലി പിരിഞ്ഞു പോരുക എന്നല്ലാതെ അള്ളാഹു തയ്യാറാണ് അവന്റെ നിസ്കാരം, അവന്റെ ചോദിക്കുന്നതൊക്കെ സ്വീകരിക്കാനും അതിന് ഇജാബത്ത് ചെയ്യാനും പടച്ചവൻ തയ്യാറായി നിൽക്കുന്നു. ഞാനും നിങ്ങളും സലാം ചൊല്ലി പിരിഞ്ഞു പോരുക എന്നല്ലാതെ പടച്ച തമ്പുരാന്റെ മുഖം നമ്മിൽ നിന്നും തിരിച്ചു കളയുന്നില്ല. ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അള്ളാഹുവിന് നമ്മോടുള്ള സ്നേഹം എത്രയാണ്? ഒന്ന് ചിന്തിക്കണേ. 5 തവണയാണ് ഒന്ന് കാണാൻ വരണേ പള്ളിയിലേക്ക്. 5 തവണ. ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി. ഞാനാവണം നിന്റെ മനസ്സിലെ കാമുകൻ, എന്നോടാവണം നിന്റെ സ്നേഹം. ആദ്യം പ്രിലിമിനറി, തുടക്കത്തിലെ ഞാനാവട്ടെ. ഫത്തബിഊനി, എന്നിട്ട് എന്റെ ഹബീബ് കൊണ്ടുവന്നതിനെ ഫോളോ ചെയ്തേക്കണം, എന്നെ ഫോളോ ചെയ്തേക്ക്. എന്നാൽ യുഹിബ്ബുകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. അള്ളാഹു നമ്മളെ സ്വാലിഹീങ്ങളിൽ ചേർത്തട്ടെ. അള്ളാഹ്ക്ക് എന്തൊരു ഇഷ്ടമാണ്. അള്ളാഹ്ക്ക് നമ്മളോട് പെരുത്തിഷ്ടമുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇത് ധാരാളം മതി. പടച്ചവൻ നമ്മെ നിസ്കാരത്തിലേക്ക് വിളിക്കുന്നത് തന്നെ ധാരാളം മതി. റിഫായി ശൈഖ് അവറുകളും ഗൗസുൽ ആലം അബ്ദുൽ ഖാദിർ അൽ ജീലാനി റഹിമഹുല്ലാഹ്, മഹാന്മാര് 2 പേരും അള്ളാഹുവിന്റെ സ്നേഹമാണ് ലോകത്തോട് പരിചയപ്പെടുത്തിയത്. 2 പേരും അള്ളാഹുവിനോടുള്ള സ്നേഹമാണ് പരിചയപ്പെടുത്തിയത് ലോകത്തിന്. അങ്ങനെയാണ് അവരിലേക്ക് എണ്ണമില്ലാത്തത്ര ആളുകൾ അവരുടെ ആ ഒരു മതത്തിലേക്ക് ആകൃഷ്ടരായത്. ഇതുപോലുള്ള മൈക്ക് സെറ്റില്ലാത്ത കാലത്ത് ബാഗ്ദാദിൽ വ്യാഴാഴ്ച പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. പറഞ്ഞത് മുഴുവൻ ഹബീബിന്റെ സ്നേഹം. ആര്? മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി റഹിമഹുല്ലാഹ്. അത്തരം സദസ്സുകൾ ഇന്നില്ല. പടച്ചവനെ സ്നേഹത്തോടെ വരച്ചു കാണിക്കുന്ന സദസ്സുകൾ നഷ്ടപ്പെട്ടതും അള്ളാഹുവിലേക്കാള് അടുക്കുന്നതിൽ നിന്ന് കുറവ് വരുത്തിയിട്ടുണ്ട്. അകൽച്ചയിലേക്ക് പോകാനാണ് നമ്മുടെ ഭയാനകമായ വിഷയങ്ങൾ അത് മാത്രമേ നൽകുകയുള്ളൂ.
നരകവും നരകം തോനെ പറഞ്ഞാൽ ആളുകൾ ഇങ്ങനെ അകന്നകന്ന് പോകും. അതൊരു സൈക്കോളജിക് ഏരിയയാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല. ഇന്നെവിടെയും അതാണ്. അത് വേണം. എത്ര പറഞ്ഞിട്ടും തിരിയാത്തവർക്ക് മുമ്പിൽ വസവാഉൻ അലൈഹിം അൻദ, അവരോട് പറയേണ്ടതാണ്, തുടക്കത്തിലെ നരകമല്ല പറഞ്ഞു പഠിപ്പിക്കേണ്ടത്. തുടക്കത്തിലെ നരകമല്ല പറഞ്ഞു പഠിപ്പിക്കേണ്ടത്. സിംഹത്തെ പേടിപ്പിക്കുന്നു. സിംഹത്തെ പറഞ്ഞു പേടിപ്പിക്കുമ്പോ സിംഹം അവന്റെ പ്രസന്റിലുണ്ടെങ്കിൽ, അവന്റെ മുമ്പിലുണ്ടെങ്കിൽ അതിനെ പേടിക്കുന്നുണ്ട്. എന്നാൽ പടച്ച തമ്പുരാന് കാണുന്നില്ലല്ലോ. അതുകൊണ്ട് മരണശേഷമുള്ള കാര്യം പറയുമ്പോ മരിച്ചിട്ടല്ലേ എന്നാണ് ബോധതലം മനുഷ്യന്റെ ആ ഒരു ചിന്ത അവിടേക്ക്. അതുകൊണ്ട് അവൻ അതിനെ പാലിക്കാതെ പോകുന്നു. അള്ളാഹു സ്നേഹമാണെന്ന് പരിചയപ്പെടുത്തിയാൽ കാമുകനിൽ നിന്ന് എത്ര സ്നേഹം പിടിച്ചു പറ്റാനാകുമോ അവൻ ആശിക്കുന്നത്, അവൻ പറഞ്ഞത്, അവന് വേണ്ടി ഡ്രസ് കോഡ് സ്വീകരിച്ചത്. ഭൗതിക ലോകത്തെ ചിത്രങ്ങൾ അതാണെങ്കിൽ പടച്ചവന്റെ സ്നേഹം പറഞ്ഞു കൊടുത്താൽ അവനിലേക്ക് ആളുകൾ ഇങ്ങനെ ഒഴുകിച്ചെല്ലും. അള്ളാഹു കുറിച്ച് പേടിയാണ് പറഞ്ഞു കൊടുത്തതെങ്കിൽ അവനിൽ നിന്ന് ആളുകൾ അകന്നുകൊണ്ടുമിരിക്കും. ഇതാണല്ലോ ഒരു മിനിറ്റിൽ 3 കോടിയിലധികം അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന നിയമത്തുകൾ എന്റെയും സദസ്സിലുള്ളവരുടെയൊക്കെ ശരീരത്തിൽ പടച്ച തമ്പുരാൻ ഒരു മിനിറ്റിൽ 3 കോടിയിലധികം അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന നിയമത്തുകളെ തന്നിട്ടുണ്ട്. അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന നിയമത്തുകൾ ഒരു മിനിറ്റിൽ 3 കോടിയിലധികം. എന്തൊരിഷ്ടാണ് പടച്ചവന്. 360ഓളം മഫ്സലുകളുണ്ട്, കിണപ്പുകളുണ്ട്, സന്ധികളുണ്ട്, ബെൻഡുകളുണ്ട്. ആ സന്ധികളിൽ എല്ലാം പടച്ച തമ്പുരാൻ വിരലിലേക്ക് തന്നെ ശ്രദ്ധിച്ചാൽ എത്ര മടക്കുകളാണ്, എത്ര ബെൻഡുകളാണുള്ളത്. ഇതൊരു സെക്കൻഡിൽ ഒരു തവണ, അടുത്ത സെക്കൻഡിൽ അവന്റെ നിയമത്ത് വേറെ തവണ. ഇങ്ങനെ ആ ശരീരത്തിൽ അള്ളാഹു തന്ന ആ ശരീരത്തിനകത്ത്, ഈ ആകാരത്തിനകത്ത് ഒരു മിനിറ്റിൽ 3 കോടിയിലധികം നിയമത്തുകളാണ്. അതും അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നത്. ഇഷ്ടമില്ലേ അള്ളാഹുവിന് നമ്മളോട്? ഈ കൺപോളകളിൽ ഒരു മിനിറ്റിൽ 11 തവണ അള്ളാഹുവിന്റെ നിഅമത്തുണ്ട്. ആ നിഅമത്ത് അള്ളാഹു നമുക്ക് തന്നില്ലെങ്കിൽ നമ്മുടെ കണ്ണുകൾക്ക്, ഈ ഐബോളുകൾക്ക് ക്രാഷ് പറ്റിപ്പോകും, അത് തകർന്നു പോകും. അതിൽ ചെറിയ സ്ക്രാച്ചുകൾ വരാൻ സാധ്യതയുണ്ട്, ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. വാഹനത്തിന്റെ വൈപ്പറിന്റെ ജോലി നിർവഹിക്കുന്നു. കണ്ണുനീരാകുന്ന വെള്ളം കൊണ്ട് 11 തവണ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ കൺപോളകൾ അടച്ച് തുറന്നില്ലെങ്കിൽ ഈ ഐബോളുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, അതിന് സ്ക്രാച്ച് വരാൻ സാധ്യതയുണ്ട്. പടച്ചവന്റെ എഞ്ചിനീയറിംഗ് എത്ര വലുതാണ്. ഈ കൺപോളകളെ 11 തവണ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അടച്ചു തുറക്കണം. അതാണ് പ്രകൃതി നിയമം, അതാണ് അള്ളാഹുവിന്റെ നിയമം. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന നിയമത്താണ്. ഓർക്കാറുണ്ടോ നമ്മൾ? ആരെങ്കിലും ഈ ഒരു നിയമത്തിനെ ചിന്തിക്കാറുണ്ടോ? ഈ കണ്ണ് കൊണ്ടുപോയിട്ടാണ് 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സിനിമ നാം കാണുന്നതെങ്കിൽ ഓർക്കണേ, അപ്പോഴും അള്ളാഹു അവന്റെ നിയമത്തുകളെ പിൻവലിക്കുന്നില്ല. എന്തോരിഷ്ടമാണ് അള്ളാഹുവിന് നമ്മളോട്. ഓർക്കണേ, എന്തൊരിഷ്ടാണ്. 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സിനിമ ഒരു മിനിറ്റിൽ കണ്ണിന് മാത്രം, കൺപോളകൾക്ക് മാത്രം 11 തവണ ചിമ്മി തുറക്കണമെന്നാണ് നിയമം. ആ 11 × 180 ഒന്ന് ഗുണിക്കണേ. എത്രയാണ് പടച്ച തമ്പുരാന്റെ നിയമത്തുകൾ. ഈ 3 മണിക്കൂറിൽ കൺപോളകൾക്ക് മാത്രം, ഈ കണ്ണുപയോഗിച്ച് 3 മണിക്കൂർ അവന്റെ നിയമത്തെ ട്രസ്പാസ് ചെയ്തുകൊണ്ട് കാണുന്ന സിനിമ അവസരത്തിലും അള്ളാഹു ഈ കാഴ്ച പിൻവലിക്കുന്നില്ല. അള്ളാഹ്ക്ക് ഇഷ്ടണ്ടായിട്ടല്ലേ? അവൻ ഇഷ്ടമില്ല എങ്കിൽ, അവന് പൊരുത്തമില്ലാത്തത് കാണുമ്പോ ഈ കാഴ്ച പിൻവലിക്കണ്ടേ? മുഹമ്മദ് കോയ ഉദവി എന്ന് പറയുന്ന എന്റെ പ്രിയ സ്നേഹിതൻ ഈ കഴിഞ്ഞ ആ മാസത്തിൽ ഒരു ആതുരാലയത്തിൽ അവരുടെ വേണ്ടപ്പെട്ട ഒരാളെ സിയാറത്ത് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അവരെ ഒന്ന് സന്ദർശിക്കാൻ വേണ്ടിയിട്ട്. രോഗിയെ സന്ദർശിക്കൽ സുന്നത്താണ്. അങ്ങനെ സന്ദർശന വേളയിൽ തനിക്ക് ആവശ്യമുള്ള ആളെ കിടക്കുന്ന ബെഡിന്റെ തൊട്ടടുത്തുള്ള ബെഡിൽ കിടക്കുന്നുണ്ട് ഒരു പെൺകുട്ടി, 20 വയസ്സിന് മുകളിലുള്ള പെൺകുട്ടി. കേൾക്കണേ ഉമ്മ, കേൾക്കണേ യുവ കുമാരിമാർ, ഇരുന്ന് കേട്ടുപോണേ. സിനിമ ആകുവോളം കണ്ട് ഡെയിലി ശനിയും ഞായറാഴ്ചയും അതിനേക്കാളും കൂടുതലും 2 or 3 കാണുന്നവർ ഓർക്കണേ. സീരിയൽ മുടക്കാതെ കാണുന്നവർ ഓർക്കണേ. ഈ 21 വയസ്സിന് മുകളിലുള്ള, 20 വയസ്സിന് മുകളിലുള്ള ഒരു പെൺകുട്ടി പുതപ്പ് പുതച്ചിട്ടടുത്ത ബെഡിൽ കിടക്കുന്നുണ്ട്. തൊട്ടു താഴെ ഇട്ട സ്റ്റൂളിലിരുന്ന് ഈ
പെണ്ണ് കിടക്കുന്ന ബെഡിലേക്ക് തല താഴ്ത്തി വെച്ച് വിങ്ങിപ്പൊട്ടുന്ന ഒരു ഉമ്മയെയും കണ്ടു. എന്റെ പ്രിയ ഉസ്താദ് ഹുദവി ഉസ്താദ് ചോദിച്ചു ഉമ്മയോട്, എന്താണ് നിങ്ങൾ കരയുന്നത്? എന്തു പറ്റി നിങ്ങളുടെ മോൾക്ക്? നിങ്ങൾ കൺസൾട്ട് ചെയ്തില്ലേ ഡോക്ടറെ? ഡോക്ടർ എന്തേ പറഞ്ഞത്? എന്താ അനുഭവപ്പെട്ടത്? ആ ഉമ്മ അങ്ങ് പറയാൻ തുടങ്ങി, ഉസ്താദെ ഒന്ന് കേൾക്കണേ, ഒന്ന് കേൾക്കണേ, ഒന്ന് കേൾക്കണേ. ഇന്നേക്ക് 9 ദിവസമായി. 9 ദിവസങ്ങൾക്ക് മുമ്പുള്ള ഒരു രാത്രിയിൽ 11 മണി വരെ എന്റെ ഈ പൊന്നുമോള് സിനിമയോ സീരിയലോ ഡൈനിങ് ഹാളിലിരുന്ന് കാണുന്നത് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഫീലിംഗ് ആയിട്ടുണ്ട്. എന്റെ ബെഡ്റൂമിൽ ഞാൻ ഇങ്ങനെ കിടക്കുമ്പോ ഏതൊക്കെയോ ചാനലുകൾ മാറ്റി മാറ്റി കേൾക്കാൻ ആഗ്രഹിക്കാത്തത്, കാണാൻ ഇഷ്ടപ്പെടാത്തത്, ഒരു വീട്ടിൽ ഉണ്ടാവാൻ പാടില്ലാത്തത് എല്ലാം തന്റെ മോള് ആവേശത്തോടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്റെ ബെഡ്റൂമിൽ വെച്ച് അനുഭവിച്ചിട്ടുണ്ട്. ഇന്നേക്ക് 9 ദിവസമായി. 9 ദിവസങ്ങൾക്ക് മുമ്പുള്ള ഒരു രാത്രിയിൽ 11 മണിയായപ്പോ ഞാൻ അല്പം ശകാരിച്ചു, ഒന്ന് പൂട്ടിപ്പോകുന്നുണ്ടോ നീ? അങ്ങനെയാണ് അവളത് ഓഫ് ചെയ്തിട്ട് ഇറങ്ങിപ്പോയത്. ബെഡ്റൂമിൽ പോയി കിടന്നു. രാവിലെ ഉറക്കെ വിളിക്കുന്നുണ്ട്, ഉമ്മാ ഓടി വരണേ, ഓടി വരണേ. ഒന്നും കാണാൻ എനിക്ക് സാധിക്കുന്നില്ല. എന്തു പറ്റി എന്റെ ഐബോളുകൾക്ക്? എന്തു പറ്റി എന്റെ കൃഷ്ണമണികൾക്ക്? ഒന്നും കാണാൻ സാധ്യമല്ലല്ലോ. ഓടിച്ചെന്ന് മകളുടെ മുമ്പിൽ വിനയാന്വിതനായി നിന്ന ഉമ്മ പലതും കാണിച്ചു കൊടുത്തിട്ടും മകളൊന്നും കാണുന്നില്ലെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോ കൂടെ ചേർത്ത് പിടിച്ച് കരഞ്ഞിട്ടുണ്ട് ഞാൻ. കിട്ടുന്ന ടാക്സി വിളിച്ചിട്ട് ഈ ആതുരാലയത്തിന്റെ മുമ്പിലെത്തിയിട്ട് ഐ സ്പെഷ്യലിസ്റ്റിനെ തന്നെ കണ്ട് ഞാൻ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാശ് മുടക്കിയിട്ടുണ്ട്. എല്ലാ ചെക്കപ്പും കഴിഞ്ഞ ശേഷം, എല്ലാ ഭാഗങ്ങളും കഴിഞ്ഞ ശേഷം അവിടുത്തെ ഡോക്ടർമാര് പറഞ്ഞു, ഒരു ദിവസം ഒരു ഇഞ്ചക്ഷൻ എടുത്ത് കളയാം, അതിലൂടെ നിങ്ങളുടെ മകളുടെ കാഴ്ച ശക്തി തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. ഇന്നത്തേക്ക് 9 ദിവസമായി. 2,25,000 രൂപ ബോണ്ട് ചെയ്തിട്ടാണ് ഇന്ന് രാവിലെ പോലും, ഇന്ന് പോലും ഡോക്ടർമാർ എന്റെ മകളെ ട്രീറ്റ് ചെയ്തത്. നഴ്സുമാർ ഇഞ്ചക്ഷൻ കുത്തിവെച്ചിട്ടുള്ളത്. ഞാൻ രാവിലെ വന്നപ്പോ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ വല്ല മാറ്റവുമുണ്ടോ? അവൾക്ക് കാഴ്ച ശക്തി തിരിച്ചു കിട്ടുമോ? ഡോക്ടർ എന്റെ മുമ്പിൽ പറഞ്ഞത്, ഒന്നും പറയാനായിട്ടില്ല, കാഴ്ച കിട്ടുമോ ഇല്ലേ എന്ന്. ട്രീറ്റ്മെന്റ് നിർത്തിയാൽ അതിലും വലിയ അപകടമല്ലേ? എന്ത് ചെയ്യാനാണ്? ഓർക്കണേ, ഓർക്കണേ, ഓർക്കണേ. പുത്തനത്താണിയിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഓർക്കണേ. ഒരു ദിവസത്തിന് ഈ കണക്ക് വെച്ച് നോക്കിയാൽ തന്നെ ഒരു ദിവസത്തിന് 25,000 രൂപ ഈ കാഴ്ച ശക്തിയുടെ വിനിയോഗത്തിന് തന്നെ, നാം യൂസ് ചെയ്യുന്നതിന് തന്നെ, നാം യൂട്ടിലൈസ് ചെയ്യുന്നതിന് തന്നെ പടച്ച തമ്പുരാനിലേക്ക് നൽകണമെങ്കിൽ ജീവിതകാലത്ത് നമ്മളൊരു 25,000 പടച്ചവന് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ടോ? പള്ളിയിലേക്ക്, മദ്രസയിലേക്ക്, ആതുര സേവന രംഗങ്ങളിലേക്ക് കൊടുത്തിട്ടുണ്ടോ? 25,000 രൂപ ഒരു ദിവസം എന്റെ മകളുടെ കാഴ്ചശക്തി തിരിച്ചു കിട്ടുന്നതിന് ചെയ്യുന്ന ഇഞ്ചക്ഷന്റെ വില ഇന്ന് 9 ദിവസമായി 2,25,000, 2.25 ലക്ഷം രൂപ. അള്ളാഹുവിന് എന്തിഷ്ടമാണ്? ആ കണ്ണാണ് 20 വയസ്സ് വരെ ഞാനും നിങ്ങളും ഉപയോഗിച്ചത്. ആ കണ്ണാണ് ഉപ്പമാർ 60 വയസ്സ് വരെ ഉപയോഗിച്ചത്. പൊന്നുമോളെ +2കാരി നീ 17 വയസ്സ് വരെ ഉപയോഗിച്ചത്. അള്ളാഹു നമുക്ക് നിഅമത്തായിട്ട് തന്ന അപൂർവങ്ങളിൽ അപൂർവമായ ഒരു നിഅമത്ത്. അതങ്ങ് പിൻവലിക്കുമ്പോഴാണ് അതിന്റെ വിലയറിയുന്നത്. ഈ കണ്ണുകൾ കൊണ്ടുപോയിട്ട് അപകടകരമായ നിലയിൽ ഉപയോഗപ്പെടുത്തിയാലോ? അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തടത്ത് കൊണ്ടുപോയിട്ട് ഈ കണ്ണിനെ വിനിയോഗിച്ചാലോ? എന്നാലും പടച്ച തമ്പുരാൻ അത് പിൻവലിക്കുന്നില്ല എന്നിടത്താണ് അത്ഭുതം. അവനാണ് നമ്മളെ സ്നേഹിക്കുന്നത്. എന്തോ ഇഷ്ടമാണ് അള്ളാഹ്ക്ക് നമ്മളോട്. ശരീരത്തിനകത്ത് കിടക്കുന്ന നാഡികളും നെർവ്സുകളും ഒരുമിച്ച് ചേർത്ത് യോജിപ്പിച്ചു വെച്ചാൽ 8 കിലോമീറ്ററുകൾക്കപ്പുറത്തേക്ക് ചേർത്ത് വെക്കാൻ മാത്രം നീളമുണ്ട് നമ്മുടെ ശരീരത്തിനകത്ത് കിടക്കുന്ന നാഡികളും നെർവ്സുകളും എന്ന് വൈദ്യശാസ്ത്രം നമ്മോട് വിളിച്ചു പറഞ്ഞിട്ടില്ലേ? ബയോളജി പറഞ്ഞില്ലേ? 8 കിലോമീറ്ററുകൾക്കപ്പുറത്തേക്ക് എത്ര ലിറ്റർ രക്തമാണ് പ്യൂരിഫൈ ചെയ്യുന്നത്? ഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടി ഒരാഴ്ച പോകുമ്പോഴേക്ക് വിഷമിക്കുന്നവരാണ് നമ്മളെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 40 വയസ്സ് വരെ 60 വയസ്സ് വരെ ഒരു കാശും കൊടുക്കാതെ ഈ ഡയാലിസിസ് ഫ്രീ ആയി ചെയ്തു തന്നില്ലേ? ആ
അവസ്ഥയിൽ നമുക്ക് അല്ലാഹുവിനെ ഓർമ്മയുണ്ടായിട്ടുണ്ടോ? ബക്കറ്റ് പിരിവ് നിങ്ങളുടെ അടുത്തേക്ക് വരും. നല്ല ഒരു സംഖ്യ. സാമ്പത്തികമായി പ്രയാസമുണ്ടെന്നൊക്കെ അറിയാം. നമ്മൾ ഈ അനുഭവിക്കുന്ന നിഅമത്തിന് ഒരു ചെറിയ സഹായം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 25,000 രൂപ ഈ കണ്ണിന്റെ കാഴ്ച ശക്തിക്ക് മാത്രം. ഞാൻ വിലയിട്ടതല്ല, ആ പെൺകുട്ടിയിലൂടെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തത്. ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, അല്ലാഹുവല്ലേ നമ്മുടെ മസ്തിഷ്കത്തിനകത്ത് പ്രോഗ്രാമിംഗ് ചെയ്തു വെച്ചത്. ഇന്നി ഞാനാണ് ചിരിയുടെ സോഫ്റ്റ്വെയർ നിങ്ങളുടെ മസ്തിഷ്കത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തത്, സന്നിവേശിപ്പിച്ചത്. ഓഹോ, കരയാനുള്ള സോഫ്റ്റ്വെയറും ഞാനാണല്ലോ നിങ്ങളുടെ മസ്തിഷ്കത്തിനകത്ത് ചെയ്തു വെച്ചത്. എത്രമാത്രം ന്യൂറോണുകളാണ്, എത്രമാത്രം അറകളാണ് നമ്മുടെ മസ്തിഷ്കത്തിനകത്തുള്ളത്. എവിടെയാണ് ബോധമണ്ഡലം? എവിടെയാണ് ഇതുപോലുള്ള എത്രയോ സീക്രട്ടായ പ്രൈവസി, എത്രയോ ഏരിയകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. എല്ലാം പടച്ച തമ്പുരാൻ സംവിധാനിച്ചത്. ആരെങ്കിലും അല്ലാഹുവിനെ കുറിച്ച് ഇതൊക്കെ ഓർക്കാറുണ്ടോ? മൻ അറഫ നഫ്സ, ആരെങ്കിലും അവന്റെ ബോഡിയെ കുറിച്ച് പഠിച്ചാൽ തന്നെ അറഫ റബ്ബ, പടച്ചവന്റെ സ്നേഹം തിരിച്ചറിയാൻ അത് ധാരാളം മതി. ഓർക്കാറുണ്ടോ നമ്മുടെ ശരീരത്തെ കുറിച്ച്? അല്പം കറുത്തു പോകുമ്പോഴേക്ക് റെഡിമെയ്ഡ് ഏതെങ്കിലും പൗഡറുകൾ ഉപയോഗിച്ച് ഭംഗി വരുത്താനും അല്ലാഹു തന്ന ഈ കണ്ണിന്റെ ആ ഒരു മൊഞ്ചിനെ തകർത്ത് കളയാൻ അതിന്റെ മുകളിൽ കരിവാരിത്തേക്കാനുമല്ലാതെ പെങ്ങളെ ഞാനും നീയും തയ്യാറായിട്ടുണ്ടോ? ഈ ശരീരത്തിന് എത്ര വിലപിടിപ്പുണ്ട്, എത്ര എക്സ്പെൻസീവാണ് നമ്മുടെ ശരീരം, അതോർക്കാറുണ്ടോ? ഉള്ളതിനെ നമ്മളായിട്ട് ചീത്തയാക്കുകയാ എന്നല്ലാതെ. അല്ലാഹു മഅീ, എന്തൊരിഷ്ടമാണ് അല്ലാഹുവിന് നമ്മളോട്, എപ്പോഴും നമ്മളെ കൂടെ. അല്ലാഹു ഷാഹിദീ, അല്ലാഹു നാളിരീ. കർണപുടമെന്ന് പറയുന്ന ഈ ചെവിക്കുടക്കകത്ത് കിടക്കുന്ന ഏത് മൈന്യൂട്ടായ 20 ഡെസിബലിന് മുകളിലുള്ള എല്ലാ കാര്യങ്ങളും കേൾക്കാൻ ഒരു പാട തന്നിട്ട്, ഒരു അരിപ്പ തന്നിട്ട് പടച്ച തമ്പുരാൻ നമ്മളെ സ്നേഹിച്ചിട്ടുണ്ട്. ആ അരിപ്പക്കകത്തേക്ക് ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേട്ട് അവൻ ഇഷ്ടമില്ലാത്തത് അനുഭവിച്ചു പോകുമ്പോഴും പടച്ച തമ്പുരാൻ ആ കേൾവി ശക്തിയെ പിൻവലിക്കുന്നില്ല. അവൻ എന്തൊരിഷ്ടമാ നമ്മളോട്, എന്തൊരിഷ്ടമാ നമ്മളോട്. മനുഷ്യ ശരീരം ആ ആത്മാവ് പിരിഞ്ഞ ശേഷം ഒരു ദിവസം കഴിയുമ്പോഴേക്ക് ചീയാൻ തുടങ്ങുന്നുണ്ട്, വാസനിക്കാൻ തുടങ്ങുന്നുണ്ട്. എത്ര ഇഷ്ടപ്പെട്ട ആളാണെങ്കിലും, എത്ര വലിയ കാമുകനാണെങ്കിലും, എത്ര സ്വകാര്യങ്ങൾ പറഞ്ഞ ആളാണെങ്കിലും 2 ദിവസം കഴിയുമ്പോഴേക്ക്, 3 ദിവസം കഴിയുമ്പോഴേക്ക് ഓടാൻ തുടങ്ങി, മയ്യത്തായി, ജനാസയായി. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ ശരീരത്തെ അല്ലാഹു ഉപ്പിലിട്ട് സൂക്ഷിച്ചതാണ്. ഈ മാംസപിണ്ഡമാകുന്ന കണ്ണിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപ്പിലിട്ട് സൂക്ഷിച്ചതാണ്. മത്സ്യം നമ്മൾ ഉപ്പിലിടാറുണ്ട്, ഉണക്ക മത്സ്യങ്ങൾ. ഊറക്കിട എന്ന് പറഞ്ഞിട്ട് അതുപോലെ കർമ്മശാസ്ത്ര കിതാബുകളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ മാംസങ്ങളെ സംരക്ഷിക്കാൻ ആധുനികമായ ആ റെമഡികളല്ലാതെ നേരത്തെ ചെയ്തു പോകുന്നത് ഉപ്പിലിട്ട് വെക്കുക എന്നതായിരുന്നു. ഒരുപാട് അച്ചാറുകൾ, ഒരുപാട് കാര്യങ്ങൾ ഉപ്പിലിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ട്. അതൊരിക്കലും ചീഞ്ഞു പോകുന്നില്ല, എക്സ്പയർ ആവുന്നില്ല. ശരീരം തന്നെ അല്ലാഹു ഉപ്പിലിട്ട് വെച്ചത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സ്വത്സുകൾ, അവിടുത്തെ വിയർപ്പുകൾ ഉപ്പിന്റെ രുചിയാണ്. ഈ ശരീരത്തെ വാസനയില്ലാതെ പടച്ച തമ്പുരാൻ സൂക്ഷിക്കുന്നത് ഉപ്പിലിട്ട് വെച്ചതാ നമ്മുടെ ശരീരം. കണ്ണുനീർ തുള്ളികൾക്ക് ടിയേഴ്സിന്റെ ടേസ്റ്റ് പോലും ഉപ്പ് രസമാണ്. ഈ കണ്ണിനെയും പടച്ച തമ്പുരാൻ ഉപ്പിലിട്ട് വെച്ചതാണ്. എന്തോ ഒരു സ്നേഹമാണ് അല്ലാഹുവിന് നമ്മളോട്. ഇതൊക്കെ സംരക്ഷിക്കുന്നത്. എന്റെ നാടിനപ്പുറത്ത് കണ്ണൂര് പയ്യോളിയിൽ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ഒരു ചെറുപ്പക്കാരൻ, മുസ്ലിമായ ചെറുപ്പക്കാരൻ. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. കണ്ണൂരിലെ പയ്യോളിയിൽ
ആ പ്രദേശത്തെ ഒരു സിനിമാ ഹാളിൽ സെക്കൻഡ് ഷോ എല്ലാ ആഴ്ചയിലും ഞായറാഴ്ച രാത്രി പോയി കാണാറുള്ള ചെറുപ്പക്കാരൻ. ഓർക്കണേ എന്റെ ചെറുപ്പക്കാർ, കേൾക്കണേ, അവൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങള് അവന്റെ നിഅമത്തായ കണ്ണുകൾ ഉപയോഗിച്ച്, അവന്റെ സ്നേഹത്തിന് പുറത്തവൻ തരുന്ന കണ്ണുകൾ ഉപയോഗിച്ചുകൊണ്ട് തെറ്റ് കാണുമ്പോ ഓർക്കണേ പയ്യോളിയിലെ പ്രിയ സുഹൃത്തിനെ, എല്ലാ ആഴ്ചയിലും ഞായറാഴ്ച രാത്രി സെക്കൻഡ് ഷോ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന ചെറുപ്പക്കാരൻ, അല്ലെങ്കിലും ഒരു കാര്യം കേൾക്കണേ, നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾക്കും ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും ലോകത്തെ സകല മതക്കാർക്കും എല്ലാവർക്കും തിമർപ്പോടെ കണ്ട ഒരു ഹോളിഡേ അത് ഞായറാഴ്ചയാണ്. ആഹ്ലാദിക്കുന്നതിന് വേണ്ടി, റെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടി സകല സ്ഥാപനങ്ങളും ലീവാക്കുന്നത്, എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും ഓഫീസുകളടക്കം ലീവാണ്, ഞായറാഴ്ച ലീവാണ്. എന്നാൽ എല്ലാ മതക്കാരാലും അംഗീകരിക്കപ്പെട്ട ഞായറാഴ്ചയിൽ എന്തുകൊണ്ട് ഒരു സിനിമ റിലീസാവാത്തത്? വെള്ളിയാഴ്ച ഖുതുബ കേട്ട് ജുമുഅ നിർവഹിച്ചു വരുന്ന ചെറുപ്പക്കാരനെ കാണിക്കാൻ എന്തുകൊണ്ടാണ് സിനിമ വെള്ളിയാഴ്ചയിൽ റിലീസാകുന്നത്? ആരെയാണവർ ഉന്നം വെക്കുന്നത്? ആരെയാണവർ ലക്ഷ്യം വെക്കുന്നത്? ഒരു ചെറിയ ബുദ്ധി പോലെ ഇത് തിരിച്ചറിയാൻ മോളെ, മോനെ, തോളത്ത് കൈവക്കാൻ വാഫി അനുവദിച്ചാൽ ഒരൊറ്റ കാര്യം പറഞ്ഞു തരാം, നിന്റെ കണ്ണുകളെ നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കോ മോളെ. നിന്റെ നയനങ്ങളെ അള്ളാഹുവിന്റെ ഖൈറിന് വേണ്ടിയിട്ട്, അവൻ പൊരുത്തപ്പെട്ട ജീവിതത്തിന് വേണ്ടിയിട്ട്, അവൻ പൊരുത്തപ്പെട്ട അമാലുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിക്കോ, അല്ലെങ്കിൽ നാളെ അപകടത്തിൽ പെടുമെന്ന്. യുബഅസു അലാ നിയ്യാതിഹിം, ഏതൊരു വിഷയത്തിലാണോ അയാൾ ഇൻവോൾവ് ആയത് അവസാന സമയത്ത് അതിനനുസരിച്ചായിരിക്കും നാളെ മഹ്ശറയിലേക്ക് അവനെ കൊണ്ടുപോകുന്നത് എന്ന് ലോകത്തിന്റെ രാജകുമാരനെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പയ്യോളിയിലെ ചെറുപ്പക്കാരൻ പതിവ് പോലെ, ആദത്ത് പോലെ ഒരു ഞായറാഴ്ച രാത്രിയിലെ സെക്കൻഡ് ഷോ കാണാൻ പോവുകയും ആഹ്ലാദത്തോടെ, ആവേശത്തോടെ ആ ചെറുപ്പക്കാരൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന നടക്ക് ഇടത് കാലിലേക്ക് വലത് കാല് കയറ്റിവെച്ച് ഒന്ന് മുന്നിലേക്ക് ഇറങ്ങിയിരുന്ന് ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ് നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നത്. ആ ചെറുപ്പക്കാരനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുപോയി അവന്റെ സന്നിധാനത്തേക്ക്, അവന്റെ അടുക്കലേക്ക്. ആ ചെറുപ്പക്കാരൻ മരിച്ചുപോയി. ആ ഷോ അവസാനിപ്പിച്ചപ്പോ വഅൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം എന്ന് പറഞ്ഞ പോലെ ഇടതുഭാഗത്തും വലതുഭാഗത്തും ഇരുന്ന കൂടെ സിനിമ കണ്ടുകൊണ്ടിരുന്നവർ പോലും ഇവൻ മരിച്ചതറിയാതെ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, ഗേറ്റടിച്ച് പോയിട്ടുണ്ടെങ്കിൽ, രാത്രി 11-12 മണിക്കോ കയറി വരുന്ന ഞായറാഴ്ചയിലെ പല്ലവിയായ ചെറുപ്പക്കാരന്റെ വരവ് പ്രതീക്ഷിച്ചിരുന്ന ഉമ്മ അന്ന് രാത്രിയിൽ മകൻ കയറാതെ വന്നപ്പോ പേടിച്ചു പോയിട്ടുണ്ട്. ഉറങ്ങുകയോ എന്നറിയില്ല. ഉറങ്ങാതെ ആ ഉമ്മ നേരെ രാവിലെ നടന്നു നീങ്ങിയത് എന്റെ മകനെ സെർച്ച് ചെയ്യാൻ അവന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്കല്ല, പള്ളിയിലേക്കല്ല, അവൻ എവിടെയാണ് പോകുന്നത് എന്ന് കൃത്യമായിട്ട് ആ ഉമ്മക്കറിയാം. ഉമ്മ പോയത് നേരെ സിനിമാ ഹാളിലേക്ക്. ഗേറ്റ് കീപ്പറെ വിളിച്ചിട്ട് സിനിമാ ഹാളിന്റെ ആ ഡോറ് തള്ളി തുറന്ന് തായ്ഭാഗത്ത് മുഴുവനും ഹാള് മുഴുവനും മരിച്ചു പറക്കിയിട്ട് പൊന്നുമോനെ കാണാത്ത സാഹചര്യം ഉണ്ടായപ്പോ ബാൽക്കണിയിലേക്ക് കയറിപ്പോയപ്പോയുണ്ട് ഒരു തല ഒരു സീറ്റിൽ ഇങ്ങനെ താഴ്ന്ന് കിടക്കുന്നുണ്ട്. രാത്രിയിൽ മരിച്ചു പോയിട്ടുണ്ട് ഷോ കണ്ടുകൊണ്ടിരിക്കെ എന്റെ പൊന്നുമോൻ. ഒരാള് മരിച്ചാൽ 10-15 മിനിറ്റിനകം അവന്റെ ശരീരം ഇങ്ങനെ വടി പോലെ ഫ്രീസായി പോകുമെന്ന്, അനങ്ങാതെ ബലം വെച്ച് പോകുമെന്ന്. ആ ചെറുപ്പക്കാരൻ മരിച്ചിട്ട് 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഉമ്മ അവൻ അന്വേഷിച്ചു വരുമ്പോഴേക്ക് ഒരാള് സീറ്റിലിരിക്കുമ്പോഴുണ്ടാകുന്ന ഷേപ്പിലാണ്, കുറച്ചൽപ്പം ആവേശത്തിലാണ്, കാലിലേക്ക് കയറ്റി വെച്ച രീതിയിലാണ്. ഇനി അയാളെ കുളിപ്പിക്കണമെങ്കിൽ, ആ പൊന്നുമോനെ ദഫൻ ചെയ്യണമെങ്കിൽ, കഫൻ ചെയ്യണമെങ്കിൽ ആ സന്ധികൾ പൊട്ടിക്കാതെ സാധ്യമാവാത്ത അവസ്ഥ വന്നപ്പോ ബേജാറായി. പടച്ച റബ്ബേ, ഒരു ശരീരം, ഒരു ജനാസയുടെ ആ മസിലുകളൊക്കെ, ആ ഒരു എല്ലുകളൊക്കെ എങ്ങനെയാ ഞങ്ങൾ പൊട്ടിക്കുന്നത്? അങ്ങനെ തന്നെ അയാളെ കസേരയിൽ ഇരുത്തിയിട്ട് ഒരു രീതിയിൽ കുളിപ്പിച്ചു. ഫംഗ്ഷനുകളൊക്കെ പോകുമ്പോ കസാരക്ക് ഡ്രസ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്, ഭംഗി വരുത്തുന്നതിന് വേണ്ടി ഡെക്കറേഷൻ വർക്ക് ചെയ്യാറുണ്ട്.
അതുപോലെ ആ ചെറുപ്പക്കാരന് ഇരുത്തിയിട്ടാണ് കഫൻ ചെയ്തത്. പടച്ച റബ്ബേ, ചിന്തിക്കാനാവുന്നില്ല, എന്തോ ഒരവസ്ഥയാണത്. അവിടുത്തെ ജനാസ ദഫൻ ചെയ്ത് തിരിച്ചു പോരുന്ന, മറവാടി തിരിച്ചു പോരുന്ന ഒരു ചെറുപ്പക്കാരൻ ഞങ്ങളോട് പങ്കുവച്ചത്, ലോകത്തോട് പങ്കുവച്ചത്, ഏതെങ്കിലും തൈകളെ, തെങ്ങിന്റെയോ കവുങ്ങിന്റെയോ മറ്റേതെങ്കിലും തൈകളെ കൊഴിച്ചിടുമ്പോൾ ആയത്തിലേക്ക് കുഴികൾ എടുക്കാറുണ്ട്. അതുപോലെയാണ് ഞങ്ങൾ ഈ ചെറുപ്പക്കാരന്റെ ജനാസ ഇങ്ങനെ താഴേക്കൊരു പോസ്റ്റ് ഇറക്കി വെക്കുന്ന പോലെ താഴേക്ക് ഇറക്കി വെച്ചതാണ്. മുഅ്മിനേ ആലോചിക്കണേ ആ ജനാസ. അല്ലാഹു ആ ചെറുപ്പക്കാരന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഉറക്കാമീൻ പറയണേ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേർപ്പാട് അത് മാത്രമല്ലേ ഇനിയുള്ളത്. അല്ലാഹു മഗ്ഫിറത്ത് ചെയ്യട്ടെ. അല്ലാഹു അവർക്ക് ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. ഈ സാഹചര്യത്തിൽ നമ്മളും തിന്മക്ക് വേണ്ടി അവൻ തന്ന നിഅമത്തുകളെ ഉപയോഗപ്പെടുത്തുമ്പോഴാണോ അല്ലാഹു നമ്മുടെ അജല് തീരുമാനിച്ചിട്ടുള്ളത്? അവൻ ഇഷ്ടമില്ലാത്തത് കാതുകളിലൂടെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണോ? അജ്നബിയായ ആണിനോട്, അജ്നബിയത്തായ പെണ്ണിനോട് രാത്രിയിൽ സല്ലപിക്കുമ്പോഴാണോ അറിയാതെ ഉറങ്ങിപ്പോയത്? നമ്മുടെ അവസാനത്തെ ഏർപ്പാട് അവൻ ഇഷ്ടമില്ലാത്തതായി പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കും അയാൾ നാളെ മഹ്ശറയിലേക്ക് വരുന്നത്. അല്ലാഹു കാക്കട്ടെ. എന്തോ ഒരു ഇഷ്ടമാണ് പടച്ചവന് നമ്മളോട്. നമ്മൾ തിരിച്ചറിഞ്ഞില്ലല്ലോ. അല്ലാഹു നമ്മളെ വിളിച്ചത്, സകല നാടുകളിലും ഫ്ലക്സ് വെച്ചത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഫ്ലക്സിൽ എഴുതിയത് ക്യാപ്ഷൻ ഇതാണ്: യദൂ ഇലാ ദാരിസ്സലാം, സമാധാനത്തിന്റെ ലോകത്തേക്ക് വരണേ വരണേ എന്ന അനൗൺസ് മാത്രമാണ് അല്ലാഹു നിർവഹിച്ചത്. എവിടേക്ക്? യദൂ ഇലാ ദാരിസ്സലാം, പടച്ചവനിൽ ക്ഷണിച്ചത് സ്വർഗത്തിലേക്ക് വരാനാണ്. താമരശ്ശേരി ഭാഗത്ത് ഒരു മദ്രസയിൽ കുട്ടികളെ ഇരുത്തിയിട്ട് ക്ലാസ് എടുത്തപ്പോൾ ചോദിച്ചു പോയി, മോനെ, അള്ളാഹുവിന് നന്മ ചെയ്യാനാണോ അവനെതിരായ തിന്മ ചെയ്യാനാണോ എളുപ്പമുള്ളത് എന്നൊരൊറ്റ ചോദ്യം ചോദിച്ചു പോയി. കുട്ടികൾ അല്പം പോലും ശങ്കയില്ലാതെ ഉറക്ക വിളിച്ചു പറഞ്ഞു, ഉസ്താദേ, ഏറ്റവും എളുപ്പം അള്ളാഹുവിന് എതിര് ചെയ്യാനാണ്, തിന്മ ചെയ്യാനാണ് ഏറ്റവും എളുപ്പമുള്ളത്. എന്നാൽ അങ്ങനെയാണോ? പടച്ചതമ്പുരാൻ നന്മ ചെയ്യാനാണ് എളുപ്പം നൽകിയത്. അവൻ എങ്ങനെയെങ്കിലും നമ്മളെ സ്വർഗത്തിലെത്തിക്കാനാണ് ശ്രമങ്ങൾ മുഴുവനും നടത്തിയിട്ടുള്ളത്. ക്ഷണിച്ചത് സ്വർഗത്തിലേക്ക്, എവിടെയും നരകത്തിലേക്ക് വരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നേയില്ല. എന്നാൽ സ്വർഗത്തിലേക്ക് വരണേ നിങ്ങളൊക്കെ എന്ന് അല്ലാഹു സൂറത്തുകളിൽ നമ്മോട് ബോധ്യപ്പെടുത്തിയില്ലേ? യദൂ ഇലാ ദാരിസ്സലാം. പൊന്നുമോളെ, കാമുകനെ കാണൽ എത്ര എളുപ്പമുള്ള കാര്യം. നാട്ടുകാരറിയരുത്, വീട്ടുകാരറിയരുത്. അവൻ കൊടുത്ത മൊബൈൽ ഒളിപ്പിച്ചു വെക്കാൻ എത്ര ജാഗ്രതയാണ് നീ കാണിക്കുന്നത്? എത്ര അലേർട്ട്നെസ് ആണ് നിനക്കുള്ളത്? എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ബാപ്പയും നാട്ടുകാരും കുടുംബക്കാരും അറിയാതെ നീ അവന്റെ കൂടെ ഹെൽമെറ്റ് വെച്ച് യാത്ര ചെയ്തത്? എത്ര റിസ്കിയാണ് ആ പരിപാടി. എന്നാൽ ഈ പള്ളിയിലേക്ക് ഒരാൾ നിസ്കരിക്കാൻ പോകുന്നതിന് എന്ത് റിസ്കാ ഉള്ളത്? ആരെങ്കിലും ചോദിക്കുമോ, എന്തടാ നിസ്കരിക്കാൻ വന്നത്? ഒരാളുടെ ചോദ്യമില്ലല്ലോ. ആരെങ്കിലും സിനിമാ ഹാളിലേക്ക് ടിക്കറ്റ് എടുക്കാൻ പോകുമ്പോ താഴേക്ക് മാത്രം നോക്കി, കാന ജുല്ലു നളിരി, അള്ളാന്റെ ഹബീബ് താഴെ സുജൂദിന്റെ സ്ഥാനത്തേക്ക് മാത്രം നോക്കിയിട്ടാ നടന്നത്. ഇവൻ ആ സുന്നത്തെടുത്തതല്ല, ആള് കാണാതിരിക്കാൻ താഴെ മാത്രം നോക്കിയിട്ട്. ജിൽബാബിടാൻ മടിക്കുന്ന പെണ്ണുപോലും കാമുകന്റെ കൂടെ യാത്ര ചെയ്യുമ്പോ അവളുടെ സാരി തുമ്പുകൾ, അവരുടെ ഷാളിന്റെ തുമ്പുകൾ എടുത്തിട്ട് മറച്ചു വെക്കുന്നത് അല്ലാഹുവിന്റെ നിയമമായ ശരീരം മറക്കാൻ വേണ്ടിയില്ല. എന്തൊരു ജാഗ്രതയാ നിങ്ങൾക്കുള്ളത്. ഒരു ചെറിയ കുപ്പി കിട്ടുന്നതിന് വേണ്ടി, ജോണി വാക്കർ ലഭിക്കുന്നതിന് വേണ്ടി, ഒരു ചെറിയ 3x കിട്ടുന്നതിന് വേണ്ടി എത്ര കഷ്ടപ്പെട്ടാണ് നീ അതിന് വരി നിൽക്കുന്നത്? എന്തോ ഒരു മൗനമാണ്. ഏറ്റവും സൈലന്റായ ഏരിയ ബീവറേജിന്റെ ലൈനാണെന്ന് പറഞ്ഞാൽ എന്ത് അത്ഭുതപ്പെടാനുള്ളത്? ഒരത്ഭുതവുമില്ല. പള്ളിയിൽ കശപിശ കൂടുന്നവരെ പടച്ച തമ്പുരാന്റെ മുമ്പിലല്ലേ സൈലന്റ് വേണ്ടത്?
അള്ളാഹുവിന്റെ ഹബീബിന്റെ സവിധത്തിലല്ലേ, അവിടത്തെ റൗള ഷരീഫിലല്ലേ സൈലന്റ് വേണ്ടത്? അവിടെ പോയിട്ട് പോലും സെൽഫിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന അഭിനവ മുസ്ലിമീങ്ങളാ നമ്മളെന്ന ബോധമുണ്ടായാൽ, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവിടത്തെ ഹറമിനടുത്തുള്ള ഏറ്റവും അടുത്ത സൗകര്യമുള്ളിടത്ത് ആരാണോ ഏത് ഗ്രൂപ്പാണോ കൊണ്ടുപോകുന്നത് നമ്മളെ, ആ ഹജ്ജ് ഗ്രൂപ്പിൽ, ആ ഉംറ ഗ്രൂപ്പിലാണ് പോവാൻ നമുക്ക് താല്പര്യമുള്ളത്. ആ ഹറമിന്റെ ബോർഡറിലുള്ള ആ സറൗണ്ടിങ്ങിലുള്ള ബിൽഡിങ്ങിലിരുന്ന് സിനിമ കാണുന്നവരുണ്ട് എന്ന് എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഹാജിമാർ, അവിടുത്തെ ഉംറക്ക് പോയവരൊക്കെ. എന്തൊരബദ്ധമാണ് നമുക്ക് പറ്റിപ്പോയിട്ടുള്ളത്. യദോ ഇലാ ദാരിസ്സലാം, പടച്ചവൻ എങ്ങനെയെങ്കിലും നമ്മളെ സ്വർഗത്തിലെത്തിക്കാനാണ് അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പടച്ചവന് നമ്മളോടിഷ്ടമാണ്. അങ്ങോട്ട് തിരിച്ച് നമ്മൾ പലരും കൊടുക്കുന്നില്ല. വൺ വേ ആയാലും പടച്ചവൻ നമ്മെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങാടിയിലെത്തിയാൽ അള്ളാന്റെ ഹബീബ് നമ്മളോട് ചെല്ലാൻ പറഞ്ഞിട്ടില്ലേ? അങ്ങാടിയിലെത്തിയാൽ ചെല്ലാൻ വേണ്ടി അള്ളാഹുവിന്റെ ഹബീബ് നമ്മളോട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലാ ഹുവ, ലാ ഇലാഹ ഇല്ലാ ഹുവ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത് فهو حي لا يموت بيده الخير إنك على كل شيء قدير. മഗ്‌രിബിന്റെയും സുബഹിന്റെയും ശേഷം 11 തവണ പടച്ച തമ്പുരാൻ ചെല്ലാൻ പറഞ്ഞ ദിക്ർ ചെല്ലിയാൽ, അങ്ങാടിയിലേക്ക് എത്തുമ്പോൾ ചെല്ലിയാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത്. പിന്നെ ചെറിയൊരു ട്വിസ്റ്റ്, ഫഹുവ ഹയ്യുൻ ലാ യമൂത് ബിയദിഹിൽ ഖൈർ. ഇത് മാത്രമാണ് ഈ ദിക്റിൽ അധികമുള്ളത്. വഹുവ ഹയ്യുൻ ലാ യമൂത് ബിയദിഹിൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദിക്ർ ഒരാൾ അങ്ങാടിയിലെത്തുമ്പോൾ ചെല്ലിയാൽ അവന് 10 ലക്ഷം കൂലി കൊടുക്കാമെന്ന്. എന്തൊരിഷ്ടമാണ്! എത്ര തിന്മ ചെയ്തിട്ടാണ് നമ്മൾ നടന്നു വരുന്നത്. എന്നാലും അങ്ങാടിയിലെത്തുമ്പോ ഈ ദിക്ർ ചെല്ലിയാൽ അല്ലാഹു 10 ലക്ഷം കൂലി തരാൻ തയ്യാറാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഒക്കെ മദീന അങ്ങാടിയിലേക്ക് ഇത് ഹബീബ് പഠിപ്പിച്ച ശേഷം വെറുതെ ഒരു ദിവസം 2-3 തവണയൊക്കെ അങ്ങാടിയിലേക്ക് വെറുതെ വരുമായിരുന്നു സഹാബിമാർ. എന്തിന്? ഈ 10 ലക്ഷം കൂലി അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട്. നമ്മൾ ആരെങ്കിലും ചെല്ലാറുണ്ടോ? അല്ലാഹുവാണ് പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്. നമ്മളെപ്പോലെ വല്ലാഹി എന്ന് പറഞ്ഞ് കളവും സുമ്മ വല്ലാഹി എന്ന് പറഞ്ഞ് പച്ചക്കള്ളവും അല്ലാഹു പറയില്ലല്ലോ. അവൻ ഏറ്റെടുത്ത കാര്യങ്ങളെ അവൻ പൂർത്തിയാക്കുമല്ലോ. അള്ളാഹുവാണ് പറഞ്ഞത് 10 ലക്ഷം കൂലി ഞാൻ കൊടുക്കുമെന്ന്. ഹബീബ് പരിചയപ്പെടുത്തിയില്ലേ? ഇത് ചെല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞില്ലേ നമ്മളോട്? ഒന്നുകൂടെ പറഞ്ഞേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത് ഫഹുവ ഹയ്യുൻ ലാ യമൂത്. ഒന്നുകൂടെ, വഹുവ ഹയ്യുൻ ലാ യമൂത് വഹുവ ഹയ്യുൻ ലാ യമൂത് ബിയദിഹിൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. 10 ലക്ഷം കൂലി അങ്ങാടിയിലെത്തുമ്പോൾ നമ്മൾ പറഞ്ഞാൽ, ഒരു ദിവസം എന്റെ ചെറുപ്പക്കാരന്റെ ഉപ്പമാർ ഒരു ദിവസം 2 തവണയെങ്കിലും ചുരുങ്ങിയത് വരാറില്ലേ? ചുരുങ്ങിയത് ഒന്ന് രാവിലെ, ഒന്ന് ഓഫീസിലേക്ക് പോകുമ്പോ, ഒന്ന് മടക്കയാത്രയിൽ, അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ തവണ നമ്മൾ വരാറില്ലേ? വരുമ്പോ ഈ ദിക്റൊന്ന് ചെല്ലിയാൽ ഒറ്റ തവണ അള്ളാഹു തരുന്നത് 10 ലക്ഷം കൂലിയാണ്. മറക്കണ്ട. എങ്ങനെയെങ്കിലും എന്റെ സൃഷ്ടികൾ, എന്റെ സ്നേഹഭാജനങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ, ഇതല്ലേ അള്ളാഹു വിചാരിക്കുന്നത്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ എന്ന് പറഞ്ഞിട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തെത്തിയ
ആദ്യ പ്രസംഗത്തിലെ കണ്ടന്റ് പോലും സ്വർഗത്തിലേക്ക് എത്താനുള്ള 4 വിഷയങ്ങളായിരുന്നു. ടോപ്പിക്കിലെ 4 വിഷയങ്ങളാ അന്ന് ചർച്ച ചെയ്ത റസൂല് മദീനയിൽ വന്നിട്ടുള്ള ആദ്യ ദിവസം. ഒന്ന് അഫ്ഷുസ്സലാം, സലാം പറഞ്ഞേക്കണേ. കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് പറഞ്ഞ അതിർത്തിയും ആ ഷർത്തുകളൊക്കെ പാലിച്ച് പറ്റുന്നവരോട് സലാം പറഞ്ഞാൽ, ആളുകളെ ഭക്ഷിപ്പിച്ചാൽ, വസല്ല ബില്ലൈലി വന്നാസു നിയാം, ആളുകൾ ഉറങ്ങിക്കിടക്കുമ്പോ രാത്രി എണീറ്റ് തഹജ്ജുദ് നിസ്കരിച്ചാൽ, വസിലുൽ അർഹാം, കുടുംബബന്ധം ചേർക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാമെന്ന് ലോകത്തിന്റെ രാജകുമാരന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ വേണ്ടത് സ്വർഗത്തിലെത്താൻ? 4 വിഷയം. എത്ര സിമ്പിളാണിത്! 4 വിഷയം. ഒന്ന്, ജനങ്ങളെ കാണുന്നവരോട് പറ്റുന്നവരോട് സലാം പറഞ്ഞേക്കണേ. 2, നിങ്ങൾക്ക് കഴിവിന്റെ പരമാവധി നിങ്ങൾ മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുത്തേക്കണേ. 3, രാത്രിയിൽ ഒന്ന് എണീറ്റ് എനിക്ക് വേണ്ടിയിട്ട് നിസ്കരിക്കണേ. 4, കുടുംബബന്ധം ചേർക്കണേ. ഈ 4 കാര്യം ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗം തരാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നന്മ ചെയ്യാനാണോ എളുപ്പം, തിന്മ ചെയ്യാനാണോ? അല്ലാഹ് യദൂ ഇലാ ദാരിസ്സലാം, സ്വർഗത്തിലേക്കാണ് അള്ളാഹു നമ്മളെ ക്ഷണിക്കുന്നത്. അതിന്റെ വഴികളാണ് പടച്ച തമ്പുരാൻ നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നതും. ചെയ്യാൻ തയ്യാറായാൽ മതി. അവൻ ചെയ്തു തരുന്ന നിഅമത്തുകൾക്ക് അൽഹംദുലില്ലാ എന്ന് പറയാൻ പോലും സാധിക്കുന്നില്ല നമുക്ക്. ഒരു തവണയെങ്കിലും അൽഹംദുലില്ലാ എന്ന് പറയാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സറിഞ്ഞ് ചെല്ലാൻ സാധിച്ചിട്ടില്ല. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹുവിനോട് മുനാജാത്ത് നടത്തിക്കൊണ്ട് ചോദിച്ചിട്ടുണ്ട് ഒരിക്കൽ, ഇലാഹി കൈഫ ഊതീക ബിശുക്രിക യാ അല്ലാഹ്, എങ്ങനെയാണ് പടച്ച റബ്ബേ നിനക്ക് ശുക്ർ ചെയ്ത് തീർക്കാൻ എനിക്ക് പറ്റുക? എങ്ങനെയാണ് നിന്നോട് നന്ദി കാണിക്കാൻ എനിക്ക് പറ്റുന്നത് എന്ന് ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ അള്ളാഹുവിനോട് മുനാജാത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അൽഹംദുലില്ലാഹ് ചെല്ലുന്ന അവൻ ചെയ്ത നിഅമത്തുകൾക്കൊക്കെ ശുക്ർ ചെയ്തിട്ടാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ പ്രവാചകത്വത്തിന്റെ പിന്നാലെ വന്ന ആ പ്രവാചക പരമ്പരയിലെ പ്രധാനപ്പെട്ട പ്രവാചകൻ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് അള്ളാഹുവിനോട് ചോദിച്ചത്, എങ്ങനെയാ നിനക്ക് ശുക്ർ ചെയ്യേണ്ടത്? ആവുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ. ആ സമയത്ത് അള്ളാഹു ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിന്തലമുറക്കാരൻ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ ഒരു പരമ്പരയിൽ വന്ന 1,24,000 പ്രവാചകന്മാരിൽ പ്രധാനിയായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പടച്ചവന്റെ മുമ്പിൽ മുനാജാത്ത് ചെയ്ത് വീണ്ടും ഒരു കാര്യം കൂടെ പറഞ്ഞു. ലൗ കാന ലികുല്ലി ശഅറത്തിൻ മിന്നി ലിസാനൈനി യുസബ്ബിഹാനി ഫിൽ ലൈലി വന്നഹാർ, അല്ലാഹുവേ എന്റെ ശരീരത്തിലെ രോമകൂപങ്ങൾക്ക് വായ ഉണ്ടാവുകയും നാവുണ്ടാവുകയും, ഒന്നല്ല 2 നാവുണ്ടാവുകയും, ഓരോ നാവ് കൊണ്ടും നിനക്ക് വേണ്ടി നിമിഷങ്ങളിൽ തസ്ബീഹ് ചൊല്ലിയാലും നീ തന്ന നിഅമത്തിന് പകരമാവില്ലല്ലോ എന്ന് ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പരാതിപ്പെട്ടപ്പോഴാണ് അള്ളാഹു പറഞ്ഞത്, ദാവൂദ് ഇപ്പോഴാണ് നിനക്കെന്നെ മനസ്സിലായത്. എന്തേ പറഞ്ഞത്? ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പടച്ചവനോട് പറഞ്ഞു, പടച്ച റബ്ബേ എത്ര ശുക്ർ ചെയ്തു, എങ്ങനെയാണ് നീ തന്ന നിഅമത്തിന് പകരാവുക? ശരീരത്തിലെ രോമകൂപങ്ങൾക്കൊക്കെ 2 നാവുണ്ടാവുകയും ആ നാവുകളെ കൊണ്ട് ഞാൻ നിനക്ക് തസ്ബീഹ് ചൊല്ലിയാൽ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ പോലും നീ തന്ന നിഅമത്തിന് തുല്യമാവില്ലല്ലോ. അപ്പോഴാണ് അല്ലാഹു പറഞ്ഞത്, ദാവൂദ് നബിയേ ഇപ്പോഴാണ് നിങ്ങൾക്ക് എന്നെ മനസ്സിലായത്. നമുക്ക് അല്ലാഹുവിനെ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. വല്ലാഹ് യദൂ ഇലാ ദാരിസ്സലാം,
സ്വർഗത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല 8 കവാടവും ഇനി 8 ഫ്ലോറാണെന്ന് പറയുന്നുണ്ട്, അല്ല 8 സ്വർഗത്തിന്റെ ലോകം തന്നെയാണെന്ന് പറയുന്നുണ്ട്. ഏതായാലും സ്വർഗത്തിന് 8 ഫ്ലോറുകളെ അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. നരകത്തിന് 7 മാത്രമാണ്. എല്ലാ മനുഷ്യരും എന്റെ സൃഷ്ടികളെല്ലാം സ്വർഗത്തിലെത്താനാണ് പടച്ചവനിഷ്ടം. പക്ഷേ അവൻ തന്ന നിയമങ്ങളെ പാലിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. ആ നിയമത്തുകളെ പാലിച്ചില്ലെങ്കിൽ അതിന്റെ പിന്നിൽ ശിക്ഷിക്കുക എന്നത് അവൻ നമ്മോട് ചെയ്യുന്ന നീതി മാത്രമാണ്. ഖൈരി ഇലൽ ഇബാദി നാസിൽ വശർറുഹും ഇലയ്യ സാഇദ് അതവദ്ദദു ഇലൈഹിം ബിന്നിഅമാ. കേൾക്കണേ, കർണപടങ്ങൾ ഒന്നുകൂടെ തുറന്നു വെച്ച് കേൾക്കണേ. ഈ ഹദീസ് ഒന്നുകൂടെ കേൾക്കണേ. ഇത് ഖുദ്സിയായ ഹദീസാണ്. ഈ ഉഷാറൊന്നും പോരത് പറയാൻ. ഒന്ന് എണീറ്റുന്ന എല്ലാവരും ഒന്ന് നമുക്ക് 2 സലാത്തിൽ ഇരിക്കാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ഒന്ന് മനസ്സ് തുറന്ന് കേൾക്കേ. ഇത് ഖുദ്സിയായ ഹദീസാണ്. നിങ്ങൾ കേൾക്കാത്ത ഹദീസായിരിക്കാം ചിലപ്പോ. ഖൈരി ഇലൽ ഇബാദി നാസിൽ. എന്റെ ഖൈറുകൾ, എന്റെ നന്മകൾ, എന്റെ ബ്ലെസ്സിങ്ങുകൾ എല്ലാ സൃഷ്ടികളുടെ മേലും ഞാൻ വർഷിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. ഞാൻ എല്ലാവരിലേക്കും ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, 1 മിനിറ്റിൽ മനുഷ്യ ശരീരത്തിൽ നടക്കുന്നത് 3 കോടിയിലധികം നിയമത്തുകളാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. 1 മിനിറ്റിൽ 1440 മിനിറ്റുകളാണ് ഒരു ദിവസം. എങ്കിൽ എത്ര കോടി നിയമത്തുകളാണ് ഒരു രാപ്പകലിൽ പടച്ച തമ്പുരാൻ നമ്മുടെ ശരീരത്തിലേക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഓർക്കാൻ പറ്റിയിട്ടുണ്ടോ? സ്നേഹിക്കുന്ന ഒരാൾക്കല്ലേ ഇത് എന്നും മുറിയാതെ തരാൻ സാധിക്കുക. ഖൈരി ഇലൽ ഇബാദി നാസിൽ. പടച്ചവന്റെ ഖൈറ് എപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ സൃഷ്ടികളിലേക്കും. എന്നാൽ വശർറുഹും ഇലയ്യ സായിദ്. അവന്റെ സൃഷ്ടികൾ ഇതൊന്നും കാണാതെ അവന്റെ നിയമത്തുകളെ ഭേദഗതി വരുത്തിയിട്ട് അവന്റെ ശരീഅത്തുകളെ ട്രസ്പാസ് ചെയ്തിട്ട് അവന്റെ നിയമത്തുകൾ ഉപയോഗപ്പെടുത്തിയിട്ട് അവൻ ഇഷ്ടമില്ലാത്തത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവനിലേക്ക് ചെയ്യുന്നതൊക്കെ ഷർറുകളാണ്. കോൺട്രഡിക്ഷൻ വന്നവിടെ. അള്ളാഹു നമുക്ക് തരുന്നത് മുഴുവനും നന്മ, തിരിച്ചു നമ്മൾ കൊടുക്കുന്നതൊക്കെ തിന്മ. എന്തായിരിക്കും യജമാനൻ ചെയ്യുക? ഭൗതിക ലോകത്തെ യജമാനൻ, മുതലാളി എന്തായിരിക്കും ചെയ്യുക? ജോലിക്കിടക്കൊന്ന് സിഗരറ്റ് വലിച്ചാൽ, ജോലിക്കിടക്ക് 2 തവണ ഫോൺ വന്നാൽ നാളെ വേണ്ട, നല്ല ജോലിക്കാരനായിരിക്കാം, നാളെ വേണ്ട എന്ന് പറയുന്ന യജമാനന്മാരും മുതലാളിമാരുമുള്ള ലോകത്ത് അള്ളാഹുവിലേക്ക് ഇതൊന്ന് കമ്പയർ ചെയ്തൂടെ? അവൻ നിഅമത്തുകളെ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു, തിരിച്ച് നമ്മൾ ചെയ്യുന്നതോ ഷർറു മാത്രം. എന്നിട്ടും അള്ളാഹു പറയുന്നത് അതവദ്ദദു ഇലൈഹിം ബിന്നിഅമാ. നിഅമത്തുകളെ വീണ്ടും വീണ്ടും ഞാൻ കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് അതവദ്ദദു ഇലൈഹിം ബിന്നിഅമാ. അവൻ തെറ്റുകാരനാണ്. ഞാൻ ചെയ്യുന്ന നിഅമത്തുകളെ അവൻ ഉപയോഗപ്പെടുത്തിയിട്ട് എന്നോട് എതിര് കാണിക്കുന്നവനാണ്. എന്നാലും എനിക്കിഷ്ടം അവന് നന്മ ചെയ്യാനാണ്. ഇതിഷ്ടം കൊണ്ടല്ലേ? ആർക്കാ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുക? ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് നമ്മളോട് ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റുക? വാപ്പക്കും ഉമ്മയ്ക്ക് നമ്മുടെ ഇഷ്ടമാണെങ്കിലും എന്റെ കുട്ടികൾ ശ്രദ്ധിക്കണേ, ഏത് പരുക്കൻ ഭാഷയാ നമ്മൾ, ഏത് റഫ് വേർഡ്സുകളാ നമ്മൾ ഉപയോഗിക്കാറുള്ളത്, എത്ര ഹാഷായ വേർഡുകളാ നമ്മൾ ഉപയോഗിക്കാറുള്ളത് ഉമ്മയോട് വാപ്പയോട്. എന്നാലും മകന് പനിച്ചാൽ എന്തൊരു വേജാറാണ് ഉമ്മക്കുള്ളത് ഉപ്പക്കുള്ളത്. അതിഷ്ടമാണ്. എന്നാൽ അല്ലാഹു അതിനേക്കാളും ഇഷ്ടമാ നമ്മളോട്. അതവദ്ദദു ഇലൈഹിം ബിന്നിഅമാ. എനിക്കെതിര് ചെയ്താലും എൻ്റെ അടിമക്ക് ഞാൻ നിഅമത്ത് ചെയ്തുകൊണ്ടേയിരിക്കും. ഒന്നുകൂടെ പറഞ്ഞൂടെ? ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്
ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. പാമ്പിനെ ഭയക്കുന്ന രീതിയിൽ റബ്ബിനെ ഭയക്കണ്ടടോ, ഉപ്പയെ പ്രിയം വെച്ച രീതിയിൽ റബ്ബിനെ പ്രിയം വെക്കടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. പടച്ച റബ്ബേ, ഈ പ്രേമഗാനം പാടി നിന്നിലെ കണയാൻ തൗഫീഖ് തരണേ അല്ലാഹ്, തൗഫീഖ് തരണേ അല്ലാഹ്. അവസാന സമയത്ത് നന്മയുടെ അഹ്ലുകാരായി നിനക്ക് പൊരുത്തപ്പെട്ട സാഹചര്യത്തിൽ മരിക്കാൻ തൗഫീഖ് തരണേ അല്ലാഹ്. ഹോങ്കോങ്ങിലേക്ക് യാത്ര പോയ 3 ചെറുപ്പക്കാരുടെ കഥ പറയട്ടെ ഞാൻ നിങ്ങളോട്. ഹോങ്കോങ്ങിലേക്ക് യാത്ര പോയ 3 ചെറുപ്പക്കാർ ബോർഡിംഗ് പാസ് കിട്ടിയ ശേഷം വിമാനത്താവളത്തിനകത്തിരിക്കുമ്പോഴാണ്, വെയിറ്റ് ചെയ്യുമ്പോഴാണ്, ടേക്ക് ഓഫ് ചെയ്യാൻ കുറച്ച് സമയം കൂടെ ബാക്കിയുണ്ട്. അപ്പോഴാണ് ആ ചെറുപ്പക്കാരുടെ മുമ്പിലേക്ക് ദായും ആലിമുമായ ഒരാൾ കടന്നു വന്നത്. 3 ചെറുപ്പക്കാരുടെ മുമ്പിലേക്ക്. അവരുടെ സംസാരവും അവരുടെ മുഖത്തെ ആ ഒരു സ്ഫുരിക്കുന്ന മുഖമൊക്കെ കണ്ടപ്പോ അവരുടെ സംസാരത്തിലെന്തോ പന്തികേട് തോന്നിയപ്പോഴാണ് ആ ദായിയായ ആ ഒരാൾ ചെന്ന് ചോദിച്ചത് 3 പേരോടും, എങ്ങോട്ടാ നിങ്ങൾ യാത്ര പോകുന്നത്, എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അവര് പറഞ്ഞു, ഞങ്ങൾ ഹോങ്കോങ്ങിലേക്ക്. ഹോങ്കോങ് എന്നാൽ അഭിസാരികമാര് യഥേഷ്ടം കാശ് കൊടുത്താൽ കിട്ടുന്നത്. ബിക്കിനി ഡ്രസ്സ് ധരിച്ചിട്ട് നഗ്നമേനി പ്രദർശിപ്പിച്ച് അങ്ങാടികളിലൂടെ ലജ്ജയില്ലാതെ നടന്നു പോകുന്ന അവിടുത്തെ തരുണീമണികളുടെ നാടാണ് ഹോങ്കോങ് എന്നുള്ളത്. വ്യഭിചാരത്തിന് വേണ്ടി ആളുകൾ ട്രിപ്പ് പോകുന്നത്, പിക്നിക്കിന് വേണ്ടി തേടിപ്പോകുന്ന ഒരു സ്ഥലം, ഡെസ്റ്റിനേഷൻ. ആ സ്ഥലത്തേക്ക് യാത്ര പോകുമ്പോഴാണ് ദായിയായ ആള് ടെർമിനകത്ത് വെച്ച് കണ്ടത്, ചോദിച്ചത്, അവരോട് മറുപടി പറഞ്ഞത്. ആ ദായിയായ ആള് ചോദിച്ചു, ചെറുപ്പക്കാരെ, നിങ്ങൾ ഓർക്കണേ, നിങ്ങളുടെ വിമാനം വിമാനത്താവളത്തിലെ റൺവേയിലൂടെ ഓടിയ ശേഷം ടേക്ക് ഓഫ് ചെയ്തുകൊണ്ട് സ്ട്രാറ്റോസ്ഫിയറിലൂടെ പറന്നു പോകുമ്പോ എഞ്ചിന് തകരാറ് വന്നാൽ താഴെ ബംഗാൾ ഉൾക്കടലിലോ പസഫിക് സമുദ്രങ്ങളിലോ വീണുപോയാൽ എന്തായിരിക്കാം നിങ്ങളുടെ അവസ്ഥ? എന്തായിരിക്കാം അവസ്ഥ? മുസഖറാത്തിൻ ഫീ ജൗവിസ് സമാ മാ യുംസികുഹുന്ന ഇല്ലല്ലാഹ്. ആരാണ് താങ്ങി നിർത്തുന്നത് വിമാനത്തെ? ആരാണ് താങ്ങി നിർത്തുന്നത്? ഭൂഗുരുത്വാകർഷണ ബലമെന്ന സിദ്ധാന്തത്തിലൂടെ എങ്ങനെയെങ്കിലും മുകളിലുള്ളതിനെ താഴത്തേക്ക് പിടിച്ചു വലിക്കുക എന്നതാണ് ഭൂമിയുടെ ധർമ്മം എന്ന് പഠിപ്പിക്കുന്നുണ്ട് ജോഗ്രഫി. എന്നാൽ ആ ധർമ്മം നിർവഹിക്കപ്പെടുന്നിടത്ത് 2700 കിലോമീറ്ററുകൾക്കപ്പുറത്തേക്ക് 3.5 മണിക്കൂർ കൊണ്ട് ഓടിപ്പോകുമ്പോ പറന്നു പോകുന്ന ജെറ്റ് എയർവേസിന് ആരാണ് അവിടെ താങ്ങി നിർത്തുന്നത്? പൊന്നുമോനെ, പൊന്നുമോനെ, വിമാനത്തിൽ യാത്ര ചെയ്യുന്നവർ, ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നു പോകുന്നവർ, ഹെയർ ഹോസ്റ്റസിനെ തോണ്ടാനും സിനിമ കാണാനും കള്ളു മോന്താനും നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ആ വിമാനത്തിനകത്തുള്ള സമയമില്ലേ? ആരാണടാ താങ്ങി നിർത്തുന്നത്? ആരാണടേ താങ്ങി നിർത്തുന്നത്? മുസഖറാത്തിൻ ഫീ ജൗവിസ് സമാ. ബാപ്പ അറിയാതെ, ഭർത്താവ് അറിയാതെ, കാമുകന് രഹസ്യമായിട്ട് പാസ്പോർട്ട് അയച്ചു കൊടുത്തിട്ട് വിസ എടുത്തിട്ട് അറിയാതെ പറന്നു പോകുന്ന മോളെ, മുസഖറാത്തിൻ ഫീ ജൗവിസ് സമാ. ആരാണ് താങ്ങി നിർത്തുന്നത്? ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലേ താങ്ങി നിർത്തുന്നത്. അവൻ ഇഷ്ടമില്ലാത്തത്, അവന് പൊരുത്തമില്ലാത്തത് എവിടെന്നാണ് നിനക്ക് ചെയ്യാൻ ഊർജം വരുന്നത്? എവിടെന്നാ നിന്റെ മനസ്സതിന് മന്ത്രിക്കുന്നത്? മാ യുംസികുഹുന്ന ഇല്ലല്ലാഹ്. വിമാനത്തെക്കുറിച്ച് ഖുർആന്റെ പരാമർശമാണത്. എന്ന് 1400 വർഷങ്ങൾക്കപ്പുറത്ത് വിമാനത്തിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴാണ് അപകടം സംഭവിച്ചാൽ നിങ്ങളുടെ നാളത്തെ ലോകത്തെ സാഹചര്യങ്ങൾ എന്താണ്? ബർസഖ് എങ്ങനെയാണ്? മഹ്ശർ എങ്ങനെയാണ്? സിറാത്ത് എങ്ങനെയാണ്? പേടിച്ച് വിഷമത്തോടെ ചെറുപ്പക്കാര് ബോഡി പാസ് അടക്കം കയ്യിലിരുന്ന വിമാന ടിക്കറ്റ് അടക്കം പിച്ച് ചീന്തിയിട്ട് ടെർമിനകത്തെ ഡസ്റ്റ്ബിന്നിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് വിനയാന്വിതനായി വന്നിട്ട് ചോദിച്ചു ഈ ആലിമിനോട്, എങ്ങോട്ടാ ഞങ്ങൾ യാത്ര പോവേണ്ടത്? ഇതിനു മുമ്പ് ഒരുപാട് തവണ
ഇതുപോലെ യാത്രകൾ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. വീട്ടുകാരോട്, ഫാമിലിയോട്, ഭാര്യയോട് ബിസിനസ് ആവശ്യാർത്ഥം പോവുകയാണെന്ന് പറഞ്ഞു, കൂട്ടുകാരോട് പർച്ചേസ് ചെയ്യാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനു മുമ്പ് ഒരുപാട് രാഷ്ട്രങ്ങളിലേക്ക് ഇതുപോലുള്ള യാത്രകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ അന്നൊന്നും ഞങ്ങളുടെ മുമ്പിൽ ഇതുപോലുള്ള ഒരു തിരി കത്തിച്ചു വെച്ചില്ല ആരും. ഇവരെ നിങ്ങളെ കൊണ്ടുവന്നത് അള്ളാഹു തന്നെ. എന്തോ ഒരു മെസ്സഞ്ചറാ നിങ്ങൾ, എന്തോ ഒരു ഖൈറാ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. ആ തിന്മകൾക്കെല്ലാം പാപമോചനം ലഭിക്കണം. എവിടെ പോയാലാണ് ലഭിക്കുക? എവിടെ ചെന്നാലാണ് അത് ലഭിക്കുക? ആരുടെ സാന്നിധ്യത്തിലാണ്? ആരുടെ ഉപദേശത്തിലാണ്? ഏത് ആമാലിലാണ് അത് ഞങ്ങൾക്ക് ലഭിക്കുന്നത്? ദായിയായ മനുഷ്യൻ പറഞ്ഞു കൊടുക്കൂ ആ 3 കൂട്ടുകാരോടും, നിങ്ങളങ്ങ് കയറണേ കഅബയുടെ ചാരത്തേക്ക്. ലല്ലദീ ബിബക്കത മുബാറക, പരിശുദ്ധമായ കഅബയുടെ കില്ല പിടിച്ചിട്ട് ചെയ്തു പോയ പാപങ്ങൾ എത്ര ലോഡായാലും ഇറക്കി വെക്കാൻ അതല്ലാതെ വേറെ ഡെസ്റ്റിനേഷൻ ഇല്ല, വേറെ ഇടമില്ല, വേറെ സന്നിധാനമില്ല. പോവണേ അങ്ങോട്ട്. ആ ആഴ്ചയിൽ തന്നെ ടിക്കറ്റ് എടുത്തിട്ട് 3 ചെറുപ്പക്കാരും വിമാനം കയറുകയും ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ടാക്സി പിടിച്ചിട്ട് കഅബയിലേക്ക്, മക്കയിലേക്ക് യാത്ര ചെയ്യുന്നതിനിടക്കാണ് ആക്സിഡന്റ് ആയിട്ട് റോഡിൽ കിടന്ന് ആ കാറിനകത്ത് കിടന്നിട്ട് 3 ചെറുപ്പക്കാരും മരിച്ചുപോയത്. ഈ മരണം അവർ വിമാനത്തിൽ നേരത്തെ ഹോങ്കോങ്ങിലേക്ക് പോകുമ്പോഴായിരുന്നെങ്കിലോ എന്തായിരിക്കാം അവരുടെ അവസ്ഥ? 100 പേരെ കൊന്ന ഒരാള്, അയാൾ ഇനി നാട്ടിൽ നിന്നാൽ ഇനിയും ഞാൻ ആളെ കൊല്ലുമല്ലോ എന്ന ചിന്തയിൽ ചെറിയൊരു ഈമാന്റെ പൊടി മനസ്സിലുണ്ടായത് കൊണ്ട് അതിലങ്ങ് അള്ളാഹിനെ പേടിച്ച് യാത്ര ചെയ്തവർ, നാട് വിട്ടുപോയവർ. ഇനിയും ഞാൻ 100 ആളെ കൊന്നു, ഇനിയും ഞാൻ എൻ്റെ കൂട്ടുകാരിലേക്ക് തിരിച്ചു നടന്നാൽ, അവരുടെ സുഹബത്തിൽ, അവരുടെ തലയണ മന്ത്രത്തിൽ, അവരുടെ ആ കോൺസ്പിറസിയിൽ ഞാൻ കൂടിയിരുന്നാൽ ഞാൻ ഇനിയും ആളെ കൊല്ലുമല്ലോ എന്ന പേടിയിൽ ഞാൻ യാത്ര ചെയ്യുകയാണെന്ന് പറഞ്ഞു മറ്റൊരു നാട്ടിലേക്ക് നന്നാവാൻ പോയവർ. വഴിമധ്യ അയാൾ മരിച്ചപ്പോഴാണ് റഹ്മത്തിന്റെ മാലാകമാരും അദാബിന്റെ മാലാകമാരും ഒരുമിച്ച് വന്നിട്ട് സംസാരിച്ചത്. അവരങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചത് ആരാണ് പോവേണ്ടത്? 100 ആളെ കൊന്നവരെ ഞങ്ങളല്ലേ കൊണ്ടുപോവേണ്ടത് എന്ന് അദാബിന്റെ മാലാകമാർ. എന്നാൽ നന്മ ആഗ്രഹിച്ചുള്ള യാത്രയിലല്ലേ അയാൾ മരിച്ചത്, അതുകൊണ്ട് ഞങ്ങളാണ് കൊണ്ടുപോവേണ്ടത് എന്ന് റഹ്മത്തിന്റെ മാലാകമാർ അവിടെ ഇറങ്ങി വന്നു. നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ജിബ്രീൽ വന്നിട്ട് ആ പ്രശ്നത്തിന് സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തു, അവിടുന്ന് പരിഹാരം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അളക്കണേ, അയാളുടെ നാട് ഏതാണ്, അയാളുടെ ബസ്തി ഏതാണ്, അവിടുന്ന് അളക്ക്. എവിടേക്കാണ് അയാൾ ലക്ഷ്യം വെച്ചത്, അയാളുടെ ഗോൾ എവിടെയാണ്? അത് അളന്നെടുത്തപ്പോ ഏത് നാട്ടിലേക്കാണ് അയാളുടെ ചെരിപ്പടിക്കൊണ്ട്, അയാളുടെ കാലുകളെ കൊണ്ട് അയാളുടെ ലക്ഷ്യത്തിലേക്കാണോ അല്ലെങ്കിൽ അയാളുടെ നാട്ടിലേക്കാണോ ഇയാളിപ്പോ അടുത്തിരിക്കുന്നത്? അളന്ന് നോക്കിയപ്പോ ചെറിയൊരംശം അയാൾ ലക്ഷ്യം വെച്ച നാട്ടിലേക്ക് ആയിട്ടുണ്ട്. അയാളുടെ യാത്ര വിജയിച്ചിട്ടുണ്ട്. റഹ്മത്തിന്റെ മാലാകമാരാണ് കൊണ്ടുപോയത്. അതുപോലെ ആ ഒരു ഹദീസിൽ പറഞ്ഞ പോലെ, ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ പറഞ്ഞ പോലെ, ഈ 3 ചെറുപ്പക്കാരും നേരത്തെയുള്ള യാത്രയിലാണ് അവർക്ക് അല്ലാഹു മരണം വിധിച്ചത് എങ്കിൽ അവരെവിടേക്കായിരിക്കാം പോവുക? മുഅ്മിനെ, തിന്മ ചെയ്യുമ്പോൾ ഓർക്കണേ, അല്ലാഹു ഷാഹിദീ, പടച്ചവൻ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ വിറ്റ്നസ് ആണെന്ന്. സ്നേഹനിധിയാണെങ്കിലും നിയമങ്ങളുണ്ട്. ആ നിയമത്തെ ട്രസ്പാസ് ചെയ്താൽ, അതിനെ മറികടന്നാൽ, ആ ബോർഡറിനെ ലംഘിച്ചു കഴിഞ്ഞാൽ അവിടെ ശിക്ഷിക്കുക എന്നത് നീതിയുടെ ഭാഗമാണ്. എന്നാൽ പടച്ചവന് നമ്മോട് ഇഷ്ടമാണ്, എല്ലാ സമയത്തും നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലാഹു. وَإِن تَابُوا إِلَيَّ فَأَنَا حَبِيبُهُمْ وَإِن لَّمْ يَتُوبُوا إِلَيَّ فَأَنَا طَبِيبُهُمْ. ലോകത്തിന്റെ രാജകുമാരന്റെ വാക്കുകളാണ് അല്ലാഹു പറയുന്നത്, ഖുദ്സിയായ ഹദീസിലൂടെ പറയുന്നത്. വഇൻ താബു ഇലയ്യ, എന്നിലേക്ക് ഒരാൾ ചെയ്തു പോയ തിന്മ ഏറ്റു പറയാൻ തയ്യാറായാൽ, ഫാന ഹബീബുഹും, ഞാൻ അവനെ സ്നേഹിക്കുന്നവനാണ്. അവൻ എന്നോട് ചോദിച്ചാൽ ഞാൻ അവന് സ്നേഹത്തിന്റെ പുറത്ത് അവന് പാപമോചനം ചെയ്തു കൊടുക്കുന്നുണ്ട്. എല്ലാ തിന്മകൾക്കും പാപമോചനമുണ്ട്. എപ്പോഴാണോ ബോധോദയമുണ്ടായത്, തസ്വീഫില്ലാതെ തൗബ ചെയ്യാൻ തയ്യാറായാൽ, തസ്വീഫില്ലാതെ നാളെ എന്ന് പറയുന്ന ലോട്ടറിക്കാരന്റെ വാക്കില്ലാതെ
തിന്മ ചെയ്താൽ അപ്പടി പടച്ചവനിലേക്ക് തിരിച്ച് പുറത്തു തരാൻ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഫാന ഹബീബുഹും, ഞാൻ അവന്റെ ഫ്രണ്ടാണ്. അവൻ എന്താ ചോദിച്ചത് അത് ഞാൻ കൊടുക്കും. വഇല്ലം യതൂബു ഇലയ്യ, അവൻ എന്നോട് തൗബ ചെയ്യുന്നില്ലെങ്കിൽ, അവൻ എന്നോടൊന്നും ചോദിക്കുന്നില്ലെങ്കിൽ ഫഅന ത്വബീബുഹും, ഞാൻ അവന്റെ മുമ്പിൽ ഡോക്ടറാണ്. ഡോക്ടർ എന്താ ചെയ്യാ? എന്താ ഡോക്ടർ ചെയ്യാ? പനിക്ക് ചെന്നാൽ ആദ്യ തവണ 350 ആ ഒരു ക്യാപ്സൂൾ പാരാസിറ്റമോൾ കൊടുക്കും. 350 അല്ലെങ്കിൽ 500 അത്ര ഡോസ് ഉള്ളതാ കൊടുക്കുക. വീണ്ടും പനി മൂർച്ഛിക്കുകയും വീണ്ടും പനി കൂടുകയാൽ വീണ്ടും ചെല്ലുമ്പോ ഡോക്ടർ എന്താ ചെയ്യുന്നത്? ഇനി 500 പോരാ 600 ഡോസ് കൂട്ടിക്കൊടുത്തിട്ടുണ്ട്. അഥവാ നേരത്തെ ചെയ്ത ട്രീറ്റ്മെന്റ് പോരാ, വേറൊരു തലത്തിലേക്ക് അയാളെ ട്രീറ്റ്മെന്റ് മാറ്റിയിട്ടുണ്ട്. അയാള് ചെറിയ രോഗത്തിന് ചെന്നപ്പോ ഗുളിക കഴിച്ചാൽ മതി അല്ലെങ്കിൽ റെസ്റ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞു. 4 ദിവസം കഴിഞ്ഞപ്പോ അതിനൊരു പരിഹാരവുമില്ലെങ്കിൽ അടുത്തതൊന്ന് ECG എടുത്തേക്കണം, ഒന്ന് എക്സ്റേ എടുത്തേക്കണം, അല്ലെങ്കിൽ ഒരു വേറെ ചെക്കപ്പ് ചെയ്തേക്കണമെന്ന് ഡോക്ടർ പറയുന്ന പോലെ തൗബ ചെയ്താൽ ഞാൻ അവന്റെ സ്നേഹിതനാണ്. ആ ഒരു പരിഹാര മാർഗം അവന് തേടിയില്ലെങ്കിൽ ഫാന ത്വബീബുഹും, ഞാൻ അവന്റെ ഡോക്ടറാണ്. അഥവാ അവനായിട്ട് എന്റെ അടുക്കൽ വന്നിട്ട് എന്നോട് തൗബ ചോദിക്കാൻ അവന് മടിയുണ്ടെങ്കിൽ, അവൻ തയ്യാറല്ലെങ്കിൽ ഫാന ത്വബീബുഹും, ഞാൻ പിന്നവന്റെ ഡോക്ടറാണ്. അഥവാ പിന്നവന്റെ തിന്മ പൊറുക്കാൻ വേറെ വല്ല വഴിയുമുണ്ടോ എന്ന് ഞാൻ അന്വേഷിക്കും. അങ്ങനെയാണ് പടച്ചതമ്പുരാൻ നമുക്ക് രോഗം തരുന്നത്, കാശ് നഷ്ടം വരുത്തുന്നത്, ബിസിനസ് തകർക്കുന്നത്, അവന്റെ എല്ലാ കാര്യങ്ങളും തകർന്നു പോകുന്നത്. അതല്ലാഹു നാം ചെയ്തു പോയ തിന്മകളെ, നാം ചെയ്തു പോയ ശർറുകളെ പൊരുത്തപ്പെടിക്കാനും പൊറുപ്പിക്കാനുമുള്ള വഴിയാണ്. അത് ഡോക്ടർ ചെയ്യുന്ന ഏർപ്പാടാണ്. അവനായിട്ട് തൗബ ചെയ്യാൻ എൻ്റെ അടുത്ത് വരുന്നില്ല. എന്നാൽ ഞാൻ അടുത്ത സ്റ്റെപ്പ് പരീക്ഷിക്കുന്നു. അവൻ വരുന്നില്ലെങ്കിൽ അവന് രോഗം കൊടുത്തിട്ട് അവന്റെ ശിക്ഷ ഞാൻ കുറച്ചു കളയും, ഷർറ് ഞാൻ പൊരുത്തപ്പെട്ടു കൊടുക്കും. മനസ്സിലായില്ലേ? ഞാൻ പിന്നെ ത്വബീബാണ്. ത്വബീബിന്റെ ജോലി അടിത്തറ പരിഹാരം നോക്കുക എന്നതാണ്. അവൻ എന്നോട് തൗബ ചോദിക്കുന്നില്ല, ഓൻ വലിയ ഋജുവിഷമാണ്. എന്നാൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലാൻ അള്ളാഹു പറയാൻ, ഒന്ന് ചെല്ലണ്ടേ? ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ നമുക്ക്? രോഗത്തെ ചീത്ത പറഞ്ഞപ്പോഴാണ് ഹബീബ് പറഞ്ഞത്, രോഗത്തെ ചീത്ത പറയല്ലേ, നീ ചെയ്തു പോയ തിന്മയെ, നീ ചെയ്തു പോയ ശർറുകളെ, നീ ചെയ്തു പോയ പാപങ്ങളെ പൊറുക്കാൻ ഡോക്ടറായ പടച്ചവൻ വെച്ച ഉപാധിയാണ്. സബറുണ്ടായിക്കോ, സബറുണ്ടായിക്കോ. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. പൊന്നുമോനെ, എന്നോടൊരിത്തിരി നേരം സഹകരിക്കേ. നിങ്ങൾക്കൊരാളോട് ഇഷ്ടമുണ്ടാകുന്നത് എപ്പോഴാണ്? ഏത് കാര്യത്തിലാണ് നിങ്ങൾക്കൊരാളോട് ഇഷ്ടമുണ്ടാകുന്നത്? ഒന്ന് സൗന്ദര്യത്തിന്റെ പുറത്ത്, ബാഹ്യമായ തൊലിവെളുപ്പിന്റെ പുറത്ത്. അങ്ങനെയാണ് ഒരാളെ മനസ്സിലേക്ക് ഒരാൾ പ്രേമമാചനമാകുന്നത്, ലവ് ഉണ്ടാകുന്നത്. അവിടെയാണ് അഫയർ കേസുകൾ ഉണ്ടാകുന്നത്. എന്തേ ബേസ്? അവന്റെ മൊഞ്ച്, അവന്റെ സൗന്ദര്യമാണ്. സൗന്ദര്യം കൊണ്ട് ഒരാളെ സ്നേഹിക്കുകയാണെങ്കിൽ ആദ്യം സ്നേഹിക്കേണ്ടത് അല്ലാഹുവിനെ അല്ലേ, പടച്ചവനെ അല്ലേ ആദ്യം സ്നേഹിക്കേണ്ടത്. പൊന്നുമോളെ, അത്ഭുതം പറയാം. പൊന്നുമോനെ, ഒരു തഅജ്ജുബ് പറഞ്ഞു തരാം ഞാൻ നിനക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തെ പടച്ചത് അല്ലാഹുവിന്റെ ഹബീബിന്റെ സൗന്ദര്യത്തിന്റെ 4/1 സ്വർഗത്തിന്റെ സൗന്ദര്യം, ഹബീബിന്റെ സൗന്ദര്യത്തിന്റെ 4/1. ആ സ്വർഗത്തെ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വർഗത്തെ പോലും പരിചയപ്പെടാൻ നമുക്ക് പറ്റിയില്ല. മാലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമീഅത്. ഒരു കണ്ണുകൾക്കും കാണാൻ പറ്റാത്തത്, ഒരു കൽബുകൾക്കും തസവ്വുറാവാത്തത്. ഖുർആൻ പറഞ്ഞു പോയ സ്വർഗം സാമ്പിൾ മാത്രം. ദുനിയാവിലെ കാര്യങ്ങളെ വെച്ച് കമ്പയർ ചെയ്യിച്ചിട്ട് ഒന്ന് മനസ്സിലാക്കി എന്ന് മാത്രം. അതിലുണ്ട് മുന്തിരിത്തോട്ടവും റുമ്മാനൂ, രസമുള്ളതാ കദളിപ്പഴം തിന്നാനൂ. ആ റുമ്മാൻ നിന്നെ പരിചയപ്പെടുത്താൻ ദുനിയാവിലെ റുമ്മാൻ. പക്ഷേ അതാണോ സ്വർഗത്തിലുള്ളത്? മാലാ ഐനുൻ റഅത്, കാണാൻ പറ്റിയില്ലായിരിക്കും. വലാ ഉദുനുൻ സമീഅത്, അതിന്റെ ചർച്ചയിൽ കേട്ട് തീർക്കാൻ സാധ്യമല്ലാത്തത്, കർണപുറങ്ങൾക്ക് ഗാഹ്യമാക്കാൻ പറ്റാത്തത്.
ഒരു ഡിസൈനർക്കും ഡിസൈൻ ചെയ്യാൻ പറ്റാത്തത്, ഒരു എഞ്ചിനീയർക്കും സങ്കല്പിക്കാൻ പറ്റാത്തത്, അതാണ് സ്വർഗം. ആ സ്വർഗത്തിന്റെ സൗന്ദര്യം ഹബീബിന്റെ സൗന്ദര്യത്തിന്റെ 4/1. ഹബീബിന്റെ സൗന്ദര്യം ഏതാണ്? അള്ളാഹുവിൽ നിന്നുള്ളത്. അള്ളാഹുവിൽ നിന്നുള്ളത്. അള്ളാഹു ജമാലാണ് യുഹിബ്ബു. അള്ളാഹു സൗന്ദര്യവാനും സൗന്ദര്യം ഇഷ്ടപ്പെടുന്നവനാണ്. യുഹിബ്ബുൽ ജമാൽ. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. പടച്ചവൻ സൗന്ദര്യവാനാണ്. പടച്ചവന്റെ സൗന്ദര്യത്തിന്റെ ഒരു ഭാഗം, ചെറിയൊരംശം, ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഹബീബിന് കിട്ടിയത്. ആ സൗന്ദര്യത്തിന്റെ 4/1 കൊണ്ടാണ് സ്വർഗമുള്ളത്. ഓർക്കണേ, ഓർക്കണേ. അതാണ് ആ സ്വർഗത്തെ പോലും പരിചയപ്പെടാൻ ആളുകൾക്ക് പറ്റില്ലെന്ന് പിന്നെങ്ങനെ അള്ളാഹിനെ പരിചയപ്പെടാ? അപ്പൊ ആർക്കാ ആ സൗന്ദര്യമുള്ളത്? നിന്റെ നൂല് പോലെ നിൽക്കുന്ന കാമുകനാണോ? ബോക്സ് കട്ട് ചെയ്ത, ഫ്ലവർ കട്ട് ചെയ്ത നിന്റെ കാമുകനാണോ സൗന്ദര്യമുള്ളത്? അല്ല മോളെ, അല്ല മോളെ. ഫാരൻ ലൗലിയുടെ പുറത്ത് ഏതെങ്കിലും പുതിയ മോഡൽ ഡ്രസ്സിന്റെ പുറത്ത് കാണിക്കുന്ന സൗന്ദര്യമല്ല ആ സൗന്ദര്യം. ഒരാളെ സൗന്ദര്യം കൊണ്ട് സ്നേഹിക്കുകയാണെങ്കിലും അയാളെ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനല്ലേ, അയാള് സ്നേഹം കൊടുക്കേണ്ടത്. അള്ളാഹല്ലേ സൗന്ദര്യമുള്ളവൻ. റഷീദ് അലി ശിഹാബ് തങ്ങൾ നമ്മുടെ സദസ്സിലേക്ക് അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ദീർഘായുസ്, ആഫിയത്ത്, ആരോഗ്യം ദീനി ദഅവത്തിന്റെ രംഗത്ത് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ കുറച്ച് സമയം കൂടെ സംസാരിച്ച് അവസാനിപ്പിക്കാം. പിന്നെ നമ്മൾ സൗന്ദര്യം നോക്കിയിട്ടാണ് പ്രേമത്തിലേക്ക് നമ്മൾ വീഴുന്നത്. സ്നേഹം നമ്മുടെ കൽബിലുണ്ടാകുന്നത് ഒരാളെ കുറിച്ച്, ഒരാളിലേക്ക്. രണ്ടാമത്തത് അയാളൊരു സംഭവമാണ്. അയാളൊരു സംഭവമാണ്. ഏതെങ്കിലും സിനിമ ഒരുപാട് റീടേക്കുകൾ കഴിഞ്ഞിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോ, ഓ എന്തോ ഒരാള്, എന്തോ ഒരു നല്ല കഴിവുള്ള ആള്, എന്തോ ഒരു കഴിവുള്ള ആളാണ് അയാളെന്ന് പറയും. ഏതെങ്കിലും ഒരു ആർട്ടിന്റെ പിന്നിൽ അയാളെ നമ്മൾ സ്നേഹിച്ചു പോകും. എന്നാൽ കുദറത്ത് നോക്കുകയാണെങ്കിലും പടച്ച തമ്പുരാനല്ലേ ഏറ്റവും വലിയ കുദറത്തുള്ളത്. പടച്ച തമ്പുരാനല്ലേ ഏറ്റവും വലിയ കുദറത്തുള്ളത്. അവനല്ലേ എല്ലാം സംവിധാനിച്ചത്. അവൻ ഒരാളും ഒന്നുമല്ലല്ലോ, ഒരാളും ഒന്നുമല്ലല്ലോ. നമ്രൂദിന്റെ മൂക്കിലേക്ക് കയറിപ്പോയ ഒരു കൊതുക്, ഞാനാണ് അള്ളാഹു എന്ന് പറഞ്ഞ് ഋജീഷുവായി ലോകത്തെ ചവിട്ടി മതിച്ച് നടന്ന ആളല്ലേ നമ്രൂദ്. ആ നമ്രൂദിനെ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളുടെ മരണത്തിന് ഹേതുവാക്കി കൊടുത്തത്, കാരണമാക്കിയത് ഒരു കൊതുകിനെ ഇത്തിരി പോന്ന ഒരു മോസ്കിറ്റോയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്രൂദിന്റെ മരണത്തിന് കാരണമാക്കിയത്. നമ്രൂദിന്റെ മൂക്കിലേക്ക് ഒരു കൊതുക് കയറിപ്പോവുകയും 200 കൊല്ലക്കാലം നമ്രൂദ് അതിനു വേണ്ടി ട്രീറ്റ്മെന്റ് ചെയ്യുകയും ചെയ്തു. എന്നിട്ടും ഒരു നിമിഷം കഴിയുമ്പോഴേക്ക് തലയുടെ ഭാഗത്തെവിടെയോ ഈ കൊതുക് വന്നൊന്ന് കുത്തിപ്പോകും. വേദനയായി വീണ്ടും ചികിത്സിച്ചു, വീണ്ടും കുത്തി. ഇങ്ങനെ ഒരുപാട് കൊതുക് കുത്തുന്നിടത്ത് കൈ കൊണ്ടടിച്ചാൽ അവിടെ നിന്ന് വേദന മാറിക്കിട്ടും. പിന്നെ അടുത്ത ഭാഗത്ത് വീണ്ടും അടിക്കും. ഇങ്ങനെ സ്വന്തം കൈകളെ കൊണ്ടടിച്ചിട്ട് 200 കൊല്ലക്കാലം ട്രീറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്, ചികിത്സ നടത്തിയിട്ടുണ്ട് നമ്രൂദ്. അവസാനം കാണുന്നവരോടൊക്കെ അടിക്കാൻ പറഞ്ഞു നമ്രൂദ്. അങ്ങാടിയിലൂടെയും ദർബാറിലും വരുന്നവർ കാണുന്നവർ എല്ലാവരോടും അടിക്കാൻ പറഞ്ഞു. അവർ കാലിൽ കിടന്നിരുന്ന ചപ്പലൂരേറ്റ്, ഏറ്റവും അട്ടർ വേസ്റ്റായ ചപ്പലൂരേറ്റ് അയാളെ ചെവിക്കടിക്കാൻ തുടങ്ങി. ഇവിടെ അടിക്കേ, അപ്പടിച്ചു. അപ്പോഴേക്ക് കൊതുക് അവിടെ നിന്ന് മാറി പുറത്ത് വന്നു, അവിടെയും അടിച്ചു. ആളുകൾ അടിച്ചടിച്ചാണ് അവസാനം നമ്രൂദും ചത്തത് എന്ന് കിതാബുകളിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. ഓർക്കണേ, ആർക്കാണ് കുദ്റത്തുള്ളത്? ഞാനല്ലാണ് എല്ലാം എന്ന് പറഞ്ഞ് നമ്രൂദിനെ തീർക്കാൻ പടച്ച തമ്പുരാൻ ഒരു വിഷയവും ഉണ്ടായില്ല. ഒരു തിരിപ്പോന്ന മോസ്കിറ്റോ മാത്രം മതി. ആരാണ് സംഭവം? ആരാണ് സംഭവം? എല്ലാമായിരുന്ന ഒത്തിരി സമുദായത്തെ ഇല്ലാ സ്വയഹതം വാഹിദ ഫൈദാഹും ഖാമിദൂൻ തൗഹുദുഹും വഹും യഖ്സിമൂൻ ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ. ഒക്കെ സ്വയഹതൻ വാഹിദ, ഒരൊറ്റയിടി. 120 ഡെസിബലിന് മുകളിലേക്കുള്ള ശബ്ദം കേൾക്കാൻ മനുഷ്യന് സാധ്യമല്ലെന്നാണ്. 20 ഡെസിബലിന് താഴെ കിടക്കുന്ന ശബ്ദം കേൾക്കാനും സാധ്യമല്ലെന്ന്. 120 ഡെസിബലിന് മുകളിൽ അത് കേൾക്കാനും സാധ്യമല്ലെന്ന്. അതിനിടക്കുള്ള ഒരു വോളിയമാണ് ഈ കാതുകൾക്ക് പടച്ച തമ്പുരാൻ വെച്ചിട്ടുള്ളത്. അതിനിടക്കൊരു വോളിയം.
120ന്റെ മുകളിലേക്ക് പിന്നിൽ വെച്ച് ഒരാൾ ഒറ്റ ശബ്ദമുണ്ടാക്കിയാൽ അയാൾ ബോധതലത്തിൽ നിന്ന് മാറി ഭ്രാന്തനായി പോകുമെന്നാണ് ആധുനിക സൈക്കോളജി പരിചയപ്പെടുത്തിയത്. 120 ഡെസിബലിന് മുകളിലൂടെ ഒരു ശബ്ദം കേട്ടാൽ ആള് നിയന്ത്രണം വിട്ടും അയാൾ മനുഷ്യന്റെ ഹിൽക്കത്തിൽ നിന്ന് മാറിപ്പോവാ, അല്ലെങ്കിൽ മരിച്ചു പോവാ. ഇൻകാനത് ഇല്ലാ സ്വൈഹതൻ വാഹിദ, ഒരൊറ്റ ഇടി മാത്രം മതി ആയിരക്കണക്കിന് ജനങ്ങൾ അല്ലാഹു മരിപ്പിക്കാൻ. ആവശ്യമായത് ഒരു ആരാണ് സംഭവം? ആരാ സംഭവം? ശുക്കൂറാണോ ഗഫൂറാണോ? സംഭവം അല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. അതുകൊണ്ട് മുഅ്മിനെ എപ്പോഴാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ബോധം വരുന്നത്? അപ്പോൾ ആ മൊമെന്റിൽ പടച്ചവനിലേക്ക് തിരിച്ച് തൗബ ചെയ്യാൻ മനസ്സുണ്ടായാൽ നമ്മളൊക്കെ രക്ഷപ്പെടുമെന്നാണ്. എല്ലാ സമയത്തും നമുക്ക് അല്ലാഹുവിൽ ഉണ്ടാവേണ്ടത് നല്ല ചിന്തയായിരിക്കണം. ഹുസ്നുല്ലന്നെ ഞാൻ എന്റെ അടിമയുടെ ചിന്ത പോലെയാണ്. അല്ലാഹു എനിക്ക് നരകെ തരും, കഴിഞ്ഞു. ഞാനിപ്പോ അതിന് കുത്തിയിരുന്ന് പഠിച്ചാലും പാസ്സാൻ പോകുന്നില്ല, കഴിഞ്ഞു. അല്ലാഹു ഹബീബ, നമ്മുടെ സ്നേഹനിധിയാണ്. നമ്മുടെ ആ ഹബീബിന്റെ മുമ്പിൽ അവനെ കുറിച്ച് നന്മയെ വിചാരിക്കാവൂ, ഹുസ്നുല്ലന്നെ പാടുള്ളൂ. ഉമ്മ, മോളെ, മോനെ, അള്ളാഹുവിനെ കുറിച്ച് ഞാൻ കള്ളുകുടിയനാണ്, ആളുകൾക്ക് ഇഷ്ടമില്ലാത്തവനാണ്, എനിക്കൊക്കെ പൊരുത്തം കിട്ടുകയോ എനിക്കൊക്കെ സ്വർഗം കിട്ടുകയോ എന്ന് വിചാരിക്കണ്ട. അള്ളാഹുവിനെ കുറിച്ച് ഹുസ്നുല്ലന്നെ മാത്രമാ ആവശ്യമുള്ളത്. മരിക്കാൻ നേരത്ത് ഒരാളോട് അള്ളാന്റെ ഹബീബ് പറഞ്ഞത്, ആരും തന്നെ മരിച്ചു പോവരുത് അള്ളാഹുവിനെ കുറിച്ച് നല്ല ചിന്തയിലായിരിക്കാത്ത അവസ്ഥയിൽ. അള്ളാഹുവിനെ കുറിച്ച് വലാ തമൂതുന്ന അഹദുകും ഇല്ലാ വബിഹി ഹുസ്നുല്ലന്നി ബില്ലാഹ്. അള്ളാഹുവിനെ കുറിച്ച് നല്ല ചിന്തയുള്ളപ്പോഴാണ് നിങ്ങളൊക്കെ മരിക്കേണ്ടത്. അല്ലാത്ത സാഹചര്യത്തിൽ മരിച്ചു പോവരുത്. മരിക്കാൻ ആരും കൊതിച്ചു പോവരുത്, സാഹചര്യം ഉണ്ടാവരുത്. പടച്ചവനെ, നിന്നെ കുറിച്ച് നന്മ ആഗ്രഹിക്കുന്ന, കൊതിക്കുന്ന, ചിന്തിക്കുന്ന സമയത്ത് മരണം തരണേ അല്ലാ. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് യൂസഫ് നബിയെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. യൂസഫ് നബിയെ നഷ്ടപ്പെട്ടു. സഹോദരങ്ങൾ തന്നെ കളിക്കാൻ കൂട്ടിക്കൊണ്ടുപോയി, ആടിനെ മേക്കാൻ കൊണ്ടുപോയിട്ട് അവസാനം കിണറ്റിലേക്ക്, വയാബത്തിൽ ജുബിലേക്ക് തള്ളിയിടുകയും അവിടെ നിന്ന് ഈജിപ്തിലേക്ക് ആളുകൾ എടുത്തുകൊണ്ടുപോയി വിൽക്കുകയും അസീസ് രാജാവിന്റെ കൊട്ടാരത്തിൽ വളരുകയും പിന്നെ സുലൈഖയുമായുണ്ടായ പ്രശ്നം, അവിടെ നിന്നങ്ങോട്ട് ജയിലിൽ പോയത്, 12 കൊല്ലം താമസിച്ചത്, അവസാനം തിരിച്ചു വന്നത് കൊട്ടാരത്തില് വലിയ ആളായി മാറിയത്, ക്ഷാമം വന്നത് ഫലസ്തീനിൽ വെച്ച് ആ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സഹോദരങ്ങളെ അവിടത്തേക്ക് ഭക്ഷണം വാങ്ങാൻ പറഞ്ഞു വിട്ടത്. ദീർഘമായ കഥയാണ്, ഞാൻ അവസാനിപ്പിക്കുന്നു. ചുരുക്കി പറയട്ടെ, യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അവസാനം തിരിച്ചു കിട്ടുന്ന സമയമുണ്ട്. ആ സമയത്തെ കുറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം യൂസഫ് നബിയെ കൊല്ലങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു പോയിട്ട് കരഞ്ഞ്, യൂസഫ് നബിയുടെ വേപതുവിൽ കരഞ്ഞ ബാപ്പയുടെ കണ്ണിന്റെ കാഴ്ച ശക്തി പോലും നഷ്ടപ്പെടുമാറ് വിഷമിച്ചു പോയ യാക്കൂബ് നബിക്ക് യൂസഫ് നബിയെ തിരിച്ചു കിട്ടുമ്പോഴുണ്ടായ ആഹ്ലാദത്തിലാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു കാര്യം പറഞ്ഞത്. യാക്കൂബ് നബിയെ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വിഷമമുണ്ടായത് എന്നറിയുമോ? നിങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് നല്ല ചിന്തയിലായിരുന്നില്ല. തങ്ങളുടെ പൊന്നുമോനെ യൂസുഫിനെ സഹോദരങ്ങളുടെ കൂടെ പറഞ്ഞയക്കുമ്പോ നിങ്ങളെന്താ പറഞ്ഞത്? കൂട്ടുകാര്, അവിടത്തെ സഹോദരങ്ങൾ യൂസഫിനെ കൂടെ ഞങ്ങളെ കൂടെ കൂട്ടട്ടെ കളിക്കാനെന്ന് ചോദിച്ചപ്പോ നിങ്ങൾ എന്താണ് കൂട്ടുകാരോട്, അവിടത്തെ സുഹൃത്തുക്കളോട്, അവിടത്തെ സഹോദരങ്ങളോട് പറഞ്ഞത്? അഖാഫു അൻ യഅകുല അദ്ദിഅബു, ചെന്നായ പിടിക്കുമോ എന്ന് ഞാൻ പേടിക്കുന്നുണ്ട്. എന്റെ യൂസഫിനെ നോക്കണേ, എന്റെ യൂസഫിനെ ചെന്നായ പിടിക്കാതെ ശ്രദ്ധിക്കണേ എന്ന്. ഈ ഒരൊറ്റ വാക്കിനാലാണ് നിങ്ങൾക്ക് യൂസഫിനെ നഷ്ടപ്പെട്ടത്. നിങ്ങൾ അതങ്ങനെ പറയാതെ തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് അള്ളാഹു എന്റെ മോനെ സംരക്ഷിക്കുമെന്ന ഹുസ്നുൽ എന്നിലാണ് മോനെ പറഞ്ഞയച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ വരുമായിരുന്നില്ല എന്ന്. കേൾക്കണേ, നിങ്ങൾക്ക് ഈ ടെൻഷൻ വരുമായിരുന്നില്ല എന്ന് ബാബുർ റജായിൽ ഇഹ്യാഉൽ ഉലൂമുദ്ദീനിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. ബാബുർ റജായിലുണ്ട്.
യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ജിബ്രീൽ വന്ന് പറഞ്ഞു കൊടുത്തതാണ്, യൂസഫ് നബി ഇത്രയും കാലം നഷ്ടപ്പെടാനും വിഷമിക്കാനും കാഴ്ചശക്തി പോകാനും ഒക്കെ കാരണമായത് അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ബോധം നിങ്ങളുടെ മനസ്സില്ലാതെ പോയതാണ്, ഹുസ്നുല്ലന്നില്ലാതെ പോയതാണ്. അതുകൊണ്ട് എല്ലാവരും അള്ളാഹുവിലുള്ള നല്ല ബോധത്തിലാവണേ. അവൻ എനിക്ക് തരും, ഞാൻ രക്ഷപ്പെടും, ഞാൻ തൗബ ചെയ്താൽ സ്വീകരിക്കും, എനിക്ക് ഒരുപാട് മാറാനുണ്ട്, അവൻ എന്നെ മാറ്റും, അതിന്റെ തൗഫീഖ് എനിക്ക് തരുമെന്ന ബോധം ഉണ്ടായാൽ അള്ളാഹു ഹബീബാൻ നമ്മളെ സ്വീകരിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മനസ്സിനകത്താണ് ആഗ്രഹം വരേണ്ടത്. എന്നും തന്റെ ഉസ്താദ് അള്ളാഹുവിന്റെ ഹബീബിനെ സ്വപ്നം കാണുന്നുണ്ട്. എന്നും എന്റെ ഉസ്താദ് അള്ളാഹുവിന്റെ ഹബീബിനെ സ്വപ്നം കാണുന്നുണ്ട്. കൂടെ പഠിച്ചിരുന്ന ഒരു ശിഷ്യൻ, ഒരു കുട്ടി ചെന്നിട്ട് ഉസ്താദിനോട് ചോദിച്ചു, ഒന്ന് എനിക്ക് പറഞ്ഞു തരാമോ ആ ട്രിക്ക്, എന്നും ഹബീബിനെ സ്വപ്നം കാണുന്ന ട്രിക്ക്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. കണ്ണടയ്ക്കും മുമ്പ് പടച്ചവനെ നിന്റെ ഹബീബിന്റെ റൗളാ ഷരീഫിന്റെ ചാരത്ത് ചെല്ലാൻ തൗഫീഖ് തരണേ അല്ലാ. കിനാവിൽ കാണിച്ചു തരണേ അല്ലാ, കാണിച്ചു തരണേ അല്ലാ. ഈ കൂട്ടുകാരൻ ഉസ്താദിനോട് ചോദിച്ചത്, പൊന്നുസ്താദെ ആ ട്രിക്ക് ഒന്ന് പറഞ്ഞു തരുമോ? ഉസ്താദ് പറഞ്ഞു, മോനെ ആ ട്രിക്ക് ഞാൻ പറഞ്ഞു തരാം, നാളെ വാ, നാളെ രാത്രിക്ക് വാ, നാളത്തെ അശായിന് എന്റെ കൂടെ വാ, നാളത്തെ ഡിന്നറിന് എന്റെ കൂടെ വാ എന്ന് പറഞ്ഞു. മഗ്‌രിബിന്റെ സമയമായപ്പോൾ തന്നെ കുട്ടി ഉസ്താദിന്റെ അടുക്കലേക്ക് നടന്നുപോയി, വീട്ടിലേക്ക് നടന്നുപോയി. വീട്ടിലെത്തി കയറിയപ്പോ ഉസ്താദ് പറഞ്ഞു, ആയിട്ടില്ല, കുറച്ചുകൂടെ നിക്ക്. ഭക്ഷണം കൊണ്ടുവന്നു, തീൻമേശയിൽ വിളമ്പി വെച്ചു. ഭാര്യ ഉണ്ടാക്കിയ ഭക്ഷണം കുട്ടിക്ക് സെർവ് ചെയ്യാൻ തുടങ്ങി. കുട്ടി വിളിച്ചു, ഉസ്താദെ ഒന്ന് വരുമോ? ഉസ്താദ് പറഞ്ഞു, നീ കഴിക്ക്, ഞാൻ ആതിഥേയനല്ലേ, അതിഥിയല്ലേ നീ, ശിഷ്യനെന്ന് നോക്കണ്ട, ഞാൻ നിന്റെ ആതിഥേയനാണ്. നിന്റെ പ്ലേറ്റിലേക്ക് ഞാനിടുന്ന ഭക്ഷണം എനിക്കതിലാണ് കൂലിയുള്ളത്, നീ കഴിക്കുകയെന്ന് ഉസ്താദ് പറഞ്ഞപ്പോ ആ ക്ഷമയോടെ കഴിച്ച് ഉസ്താദിന്റെ മുമ്പിലാണ് അല്പം ഭവ്യതയോടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. കുട്ടിക്ക് ഉപ്പ് കൂടിയ കാരണത്താൽ ദാഹം വരികയും ഉസ്താദ് നേരത്തെ ഭാര്യയോട് പറഞ്ഞു, ഉപ്പധികം എല്ലാ ത്വാമിലും, എല്ലാ ഭക്ഷണത്തിലും ഉപ്പ് ധാരാളം ചേർത്തക്ക്, എല്ലാ ഭക്ഷണത്തിലും ഉപ്പ് കൂടിയിട്ടുണ്ട്. എന്നാ ആ ഉപ്പിന്റെ ടേസ്റ്റ് ഈ കുട്ടിയിലേക്ക് എത്തുകയും വെള്ളമില്ലാതെ ഒരിറക്ക് പോലും, ഒരു മുറുക്ക് പോലും വെള്ളം കിട്ടാതെ, ഒരു വറ്റുപോലും ഇറങ്ങാത്ത സാഹചര്യം, ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത പ്രയാസപ്പെട്ടപ്പോ ഉസ്താദിനോട് ചോദിച്ചു, വെള്ളം? കുട്ടിയോട് ഉസ്താദ് പറഞ്ഞു, ഇല്ല, വെള്ളമില്ല, കുറച്ചുകൂടെ കഴിക്ക്. തങ്ങളെത്തിയിട്ടുണ്ട്. എല്ലാവരും സദസ്സിലിരിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, മനസ്സിനകത്ത് കിടക്കുന്ന ചിന്ത പോലെ ഏതെങ്കിലും ഗൈഡൻസ് ക്ലാസ്സുകൾക്കൊക്കെ പോയാൽ, മോട്ടിവേഷൻ ക്ലാസ്സുകൾക്കൊക്കെ പോയാൽ നമ്മുടെ കുട്ടികളോട് അവർ പറയിക്കും, ഐ ക്യാൻ, എനിക്ക് പറ്റും. ഐ ക്യാൻ്റെ കൂടെ ഇൻഷാ അല്ലാഹ് എന്നുകൂടെ പറയണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഏതായാലും മനുഷ്യൻ ഒരു തീരുമാനമാണ്, അള്ളാഹു എനിക്ക് തരും എന്നുള്ള ഒരു തീരുമാനം, ആ ഒരു നല്ല ചിന്ത ഉണ്ടായാൽ എല്ലാം അള്ളാഹു അവർക്ക് എത്തിച്ചു കൊടുക്കും എന്നതിന് തെളിവാണ് നമ്മൾ ഈ പറയുന്ന ചരിത്രം. ഉസ്താദിനോട് ശിഷ്യൻ ചോദിച്ചതുപോലെ ഭക്ഷണം കഴിച്ച ശേഷം നിനക്ക് പറഞ്ഞു തരാമെന്നുള്ള അറിയാനുള്ള വെമ്പലോടെ ഉസ്താദ് വിളമ്പിക്കൊടുത്ത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. വെള്ളം തരാമോ, വെള്ളം തരാമോ, കുറച്ചുകൂടെ കഴിക്കുകയെന്ന് പറഞ്ഞ് ഉസ്താദ് ആ തളികയിൽ നിന്ന് വീണ്ടും ഭക്ഷണമെടുത്ത് ആ കുട്ടിയുടെ പ്ലേറ്റിലേക്ക് ഇട്ടുകൊടുത്തു. ഒരുപാട് നേരം കഴിഞ്ഞു. കുറെ ഭക്ഷണം കഴിച്ചപ്പം മതി 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 മതി, ഇനി ഭക്ഷണം മതി, കുറച്ചു പോലും എൻ്റെ വയറിൽ ഇനി ഭക്ഷിക്കാൻ എനിക്ക് സാധ്യമല്ല, ഇടമില്ലെന്ന് പറഞ്ഞു. ആ കുട്ടി ഭക്ഷണം കഴിച്ചിട്ട് കഴുകിയ ശേഷം, കൈ കഴുകിയ ശേഷം ചോദിച്ചു, വെള്ളം? ഉസ്താദ് പറഞ്ഞു, വെള്ളമില്ല മോനെ, നീ പോയി ഉറങ്ങ്, രാവിലെ സുബഹിക്ക് എണീറ്റ് എന്നോട് ചോദിച്ചാൽ ഞാൻ ആ ട്രിക്ക് പറഞ്ഞു തരാം, എങ്ങനെയാണ് അള്ളാഹുവിന്റെ ഹബീബിനെ കാണുക എന്നതിന്റെ ആ തന്ത്രം ഞാൻ പറഞ്ഞു തരാമെന്ന്. രാത്രി കിടന്നുറങ്ങി. രാവിലെ എണീറ്റ് നേരെ ഉസ്താദിന്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ ഉസ്താദ് പറഞ്ഞു, പോയി വുളു എടുക്ക്, നമുക്ക് തഹജ്ജുദ് നിസ്കരിച്ച് കളയാമെന്ന് പറഞ്ഞ് വുളു എടുക്കാൻ വേണ്ടിയിട്ട് ഉസ്താദും ശിഷ്യനും കൂടെ പോയി.
വുളുവെടുത്ത് വന്ന് രണ്ടുപേരും റൂമിൽ വെച്ച് തഹജ്ജുദ് നിസ്കരിച്ചു കഴിഞ്ഞ് ഇരുന്നപ്പോൾ കുട്ടി ചോദിച്ചു, ഉസ്താദേ പറഞ്ഞു തരുമോ, എങ്ങനെയാണ് അല്ലാഹുവിന്റെ ഹബീബിനെ സ്വപ്നം കാണുന്നത് എന്ന് പറഞ്ഞു തരാമോ? നിങ്ങൾക്ക് അനുഭവമുണ്ടാകുന്നത് ഏത് മാർഗം സ്വീകരിച്ചിട്ടാണ്? കുട്ടിയോട് ഉസ്താദ് അങ്ങ് പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പേ കുട്ടിയോട് ചോദിച്ചു, അവിടെ ഇരിക്കട്ടെ, ഞാനത് പറഞ്ഞു തരാം. ഇന്നലെ രാത്രി വല്ല സ്വപ്നവും നീ കണ്ടിട്ടുണ്ടോ? കുട്ടി പറഞ്ഞു, അതെ, ഞാൻ സ്വപ്നം കണ്ടു. എന്തേ കണ്ടത്? റഅയ്തു അംതാറാ വഅൻഹാറൻ തജ്രി വഅബ്ഹാറാ. വെള്ളത്തിന്റെ സകല സ്രോതസ്സുകളും ഞാൻ കണ്ടു ഇന്നലെ രാത്രി. റഅയ്തു അംതാറൻ, ഞാൻ മഴ കണ്ടു, പേമാരി വർഷിക്കുന്നത് ഞാൻ കണ്ടു ഇന്നലെ രാത്രിയിൽ സ്വപ്നത്തിൽ. വഅബ്ഹാറൻ, ഒരുപാട് സമുദ്രങ്ങൾ ഞാൻ കണ്ടു. വഅൻഹാറൻ തജ്രി, കളകള ആരവത്തോടെ ഒഴുകിപ്പോകുന്ന പുഴകളെയും ഞാൻ കണ്ടു ഉസ്താദേ. അപ്പോഴാണ് ഉസ്താദ് പറഞ്ഞത്, സദഖത് നിയ്യതുക് വസദഖത് റുയാക്. നിന്റെ ചിന്ത നന്നായി. വളരെ ആവേശത്തോടെ കിട്ടണമെന്നുള്ള ദൃഢമായ വിശ്വാസത്തോടെ കിട്ടണം ആഗ്രഹമുണ്ടായി നിന്റെ മനസ്സിൽ. ആ സമയത്ത് വെള്ളത്തിനായിരുന്നു നിന്റെ ആഗ്രഹം. ഉപ്പ് കൂടിയ ഭക്ഷണം കഴിച്ചപ്പോ വെള്ളം കിട്ടിയാൽ മതിയായിരുന്നു എന്ന അതിയായ ആഗ്രഹം നിന്റെ മനസ്സിലുണ്ടായപ്പോ നീ വെള്ളത്തിന്റെ സ്രോതസ്സുകൾ രാത്രി സ്വപ്നം കണ്ട പോലെ ഹബീബിനെ കാണണം, കണ്ടേ മതിയാകൂ. നാളെ എന്റെ സ്നേഹിതനായ ഹബീബായ അള്ളാഹുവിനെ കാണണം, ഹബീബായ റസൂലിനെ കാണണമെന്ന ബോധമുണ്ടായാൽ കാണാൻ പറ്റും. അള്ളാഹു തൗഫീക്ക് തരട്ടെ. എനിക്കതേ പറഞ്ഞു തരാനുള്ള ട്രിക്ക്. എനിക്ക് എന്റെ ഹബീബിനെ സ്വപ്നം കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എനിക്കെന്നും കാണാൻ പറ്റുന്നുണ്ട്. സ്നേഹിതനെ കാണണമെങ്കിൽ സ്നേഹിതന് ഇഷ്ടമില്ലാത്തത് ചെയ്യാൻ പാടില്ല. ഞാൻ ഹബീബ് കൊണ്ടുവന്ന ശരീഅത്തിന്റെ ഖറാഅത്ത് പോലും ചെയ്യാറില്ല. നീ തയ്യാറാണോ? നിനക്കും അള്ളാഹുവിന്റെ ഹബീബിനെ കാണാം. നാളെ എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പടച്ച തമ്പുരാനെ കാണണമെന്ന ആഗ്രഹത്തോടെ ഫഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, പടച്ചവന്റെ മുമ്പിൽ പോയി നിൽക്കണമല്ലോ, അഭിമുഖീകരിക്കണമല്ലോ എന്ന ബോധത്തോടെയാണ് നിങ്ങളൊക്കെ ഇബാദത്ത് ചെയ്തതെങ്കിൽ, അള്ളാഹുവിനെ അനുസരിച്ചതെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിനെ കാണാൻ പറ്റും, നിങ്ങൾക്ക് പടച്ചവനെ കാണാൻ പറ്റും. വുജൂഹുൻ യൗമഇദിൻ നാളിറ ഇലാ റബ്ബിഹാ നാളിറ. ഈ കാണുന്ന കണ്ണുകളെ കൊണ്ട് പടച്ച തമ്പുരാനെ നാളെ നമുക്ക് കാണാൻ സാധിക്കുമെന്ന്. ഒരു ദിവസം ഹബീബ് മസ്ജിദ് നബവിയിൽ നിന്ന് സഹാബത്തിനെ പിടിച്ചിറക്കിയിട്ട് മരുഭൂമിയിൽ കൊണ്ടുപോയിട്ട് നോക്കാൻ പറഞ്ഞില്ലേ പൗർണമി രാവിലെ പൂർണ്ണചന്ദ്രനെ? അള്ളാന്റെ ഹബീബ് പറഞ്ഞപ്പോ സഹാബത്തെല്ലാം നോക്കിയിട്ട് ആ സമയത്ത് ഹബീബ് ചോദിച്ചു, സഹാബത്തെ ആർക്കെങ്കിലും കാണാൻ വല്ല പ്രയാസവുമുണ്ടോ അമ്പിളിയെ? സഹാബത്ത് പറഞ്ഞു, എങ്ങനെയാണ് മാനത്ത് കിടക്കുന്ന ചന്ദ്രനെ കാണാൻ ആർക്കാണ് പ്രയാസമുള്ളത്? പാരലായിട്ടാണ് ഞങ്ങളുടെ മുമ്പിലാണത് നിൽക്കുന്നതെങ്കിൽ വലിപ്പം കാരണം ചെറുപ്പം കാരണം ചിലപ്പോൾ കാണാൻ പറ്റിയെന്നിരിക്കില്ല. എന്നാൽ ആകാശത്തുള്ളതിനെ കാണാൻ എന്ത് പ്രയാസമാണുള്ളത്, എന്ത് ചോദ്യമാണത്? അള്ളാന്റെ ഹബീബ് പറഞ്ഞു, എന്നാൽ അതുപോലെ പൗർണമി രാവിലെ ഇന്നത്തെ രാവിലെ പൂർണ്ണചന്ദ്രനെ കണ്ട പോലെ നാളെ അള്ളാഹുവിനെ കാണാൻ നിങ്ങൾക്ക് സൗഭാഗ്യമുണ്ട്. അള്ളാഹു തൗഫീഖ് തരട്ടെ. സ്വർഗത്തിൽ ചെന്നാൽ കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം നമ്മുടെ ഹബീബും തൊബീബുമായ അള്ളാഹുവിനെ കാണുക എന്നതാണ്. തോന ഇബാദത്ത് ചെയ്തവർക്ക് ഡെയിലി രാവിലെയും വൈകുന്നേരവും സബാഹൻ വമസാ 2 നേരവും പടച്ച തമ്പുരാനെ കാണാൻ ഭാഗ്യം ലഭിക്കുമെന്നാണ്. അതാണ് സ്വർഗത്തിന്റെ ഏറ്റവും വലിയ അനുഭൂതി. അതാണ് ഏറ്റവും വലിയ അനുഭൂതി. ആ അള്ളാഹുവിനെ കാണുമ്പോ ബഫറിംഗ് ഇല്ലാതെ സ്ക്രാച്ച് ഇല്ലാതെ കാണുന്നതിന് വേണ്ടിയാണ് നിർബന്ധമായിട്ട് ഒരു ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല 5 തവണയെങ്കിലും നമ്മെ കൺകൈകിപ്പിച്ചത്. സുന്നത്തെന്ന നിലക്ക് ഒരു ദിവസം 15 തവണയെങ്കിലും അല്ലാഹു വുളൂയിലൂടെ മുഖം കഴുകിപ്പിച്ചത് ഈ കണ്ണിന് നാളെ പടച്ചവനെ കാണുമ്പോ സ്ക്രാച്ച് ഇല്ലാതിരിക്കാനാണ്. ആ ഒരു ഐവ്യോയെ ബഫറിംഗ് ഇല്ലാതെ കാണുന്നതിന് വേണ്ടിയിട്ടാണ്.
വുളൂയിലൂടെ 15 തവണ ഡെയിലി അല്ലാഹു മുഖം കഴുകിപ്പിച്ചത് ഓർക്കണേ. വുജൂഹുൻ യൗമഇദിൻ നാളിറാ ഇലാ റബ്ബിഹാ നാളിറാ. അതുകൊണ്ട് എപ്പോഴാണോ തെറ്റ് ചെയ്യാത്തവരാരുമില്ല, ഈ സദസ്സിലിരിക്കുന്ന ചിലർ സിന ചെയ്തവരാവാം, കള്ളു കുടിച്ചവരാവാം, അതിലും വലിയ തെറ്റുകളൊക്കെ ചെയ്തവരാവാം. ആരും മഅസൂമീങ്ങളില്ലല്ലോ, നമ്മളാരും തന്നെ അമ്പിയാക്കന്മാരല്ലല്ലോ, എല്ലാവരും തിന്മ ചെയ്തവരായിരിക്കാം. പടച്ചവനെ, ഈ സദസ്സിലിരിക്കുന്ന സിന ചെയ്തവരിൽ നിന്ന് പടച്ചവനെ അത് നീ മാപ്പ് ചെയ്യണേ അല്ലാ. കള്ളു കുടിച്ചവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഇനി ആ തിന്മയിലേക്കില്ല രാജിവെക്കാൻ. പടച്ചവനെ, നിന്നെ ഓർത്തിട്ട് ഞാനൊരു കാമുകന്റെ മനസ്സിലേറ്റിയിട്ട് കൊണ്ട് നടക്കാൻ ദിവസങ്ങളായി. നീയാണല്ലോ എന്റെ ഹബീബാവേണ്ടത്, നീയാണല്ലോ എന്റെ കാതലാവേണ്ടത്, നീയാണല്ലോ എന്റെ പ്യാറാവേണ്ടത്, നീയാണല്ലോ എന്റെ മഹബത്തിന്റെ പാത്രമാവേണ്ടത്, നീയാണല്ലോ എനിക്ക് അത്ഭുതം തീർത്തു കൊണ്ടിരിക്കുന്നത്, നീയാണ് എന്റെ കണ്ണുകൾക്ക് ശക്തി പകർന്നത്, നീയാണല്ലോ എന്റെ കാതുകൾക്ക് പവർ തന്നത്, നീയാണല്ലോ നടക്കാൻ എനിക്ക് കാലുകളെ തന്നത്, നീയാണല്ലോ ഈ മനോഹരമായ ആകാരം എനിക്ക് തന്നത്, നീയാണല്ലോ സെക്കൻഡുകളിൽ ഞാൻ ശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ഈ എയറിനെ സംവിധാനിപ്പിച്ചത്, നീയാണല്ലോ എന്റെ ശരീരത്തിന്റെ പാർട്സുകളെ നിയന്ത്രിക്കുന്നത്, നീയാണല്ലോ അണ്ടഘടാഹങ്ങളെ സംരക്ഷിക്കുന്നത്, നീയാണല്ലോ കളകളാരവത്തോടെ ഒഴുകുന്ന നദികളെയും ചിലക്കുന്ന പക്ഷികളെയും, നീയാണല്ലോ സകല മൃഗങ്ങളെയും നോക്കുന്നത്, ഭക്ഷണം കൊടുക്കുന്നത്, പരിപാലിക്കുന്നത്, എല്ലാം നീയാണല്ലോ റബ്ബേ. നിന്നെ കൊതിച്ചുകൊണ്ട് ഞാൻ എന്റെ കാമുകനെ ഇന്നത്തെ രാത്രി മുതൽ മാറ്റിവെക്കാൻ തയ്യാറാണെന്ന് മോളെ നീ പറഞ്ഞാൽ എന്റെ SKSF-ന്റെ ചെറുപ്പക്കാർ, നാട്ടിലെ നന്മയുടെ വക്താക്കൾ, ഇത് സംഘടിപ്പിച്ചവർ നന്മയിലായി, ഞാനും വലിയ സുഹൃതം ചെയ്ത ആളായി. പൊന്നുമോനെ, ഇനി ഞാനില്ല, തിന്മയിലേക്ക് ഞാനില്ല, സിനിമകളിലേക്ക് ഞാനില്ല, പടച്ചവൻ ഇഷ്ടമില്ലാത്ത തലങ്ങളിലേക്ക്, കേൾവിയിലേക്ക്, കാഴ്ചയിലേക്ക് ഞാനില്ലെന്ന് രാജിവെക്കാൻ, റിസൈൻ ചെയ്യാൻ തയ്യാറായാൽ രക്ഷപ്പെട്ടു. എപ്പോഴാണോ പടച്ചവന്റെ ചിന്തയുടെ നമ്പുകൾ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത്, അപ്പോൾ അതിൽ നിന്ന് പിന്മാറിയാൽ, റീബാക്ക് ചെയ്താൽ അല്ലാഹു നമുക്ക് മഗ്ഫിറത്ത് തരുമെന്ന് ആരായിരുന്നു റാബിത്തത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹ? ആരായിരുന്നു റാബിത്തത്തുൽ അദവിയ്യ? ഇറാഖിലെ നൈറ്റ് ക്ലബിലെ ഡാൻസർ ആയിരുന്നില്ലേ? ഇറാഖിലെ നൈറ്റ് ക്ലബിലെ ഡാൻസർ ആയിരുന്നില്ലേ റാബിത്തത്തുൽ അദവിയ്യ? പൊന്നുമ്മ, നിങ്ങൾക്ക് പരിചയമില്ലേ റാബിത്തത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹയെ? ഇറാഖിലെ നൈറ്റ് ക്ലബിലെ ഡാൻസർ ആയിരുന്നില്ലേ? ഒരു ദിവസം ഡാൻസ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു നടക്കുമ്പോഴാണ് എന്റെ ഈ ആകാരം 1 മിനിറ്റിൽ 3 കോടിയിലധികം നിഅമത്തുകൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നത് തന്നുകൊണ്ടിരിക്കുന്ന പടച്ച തമ്പുരാന്റെ മുമ്പിൽ ഞാൻ ഈ നഗ്നമേനി പ്രദർശിപ്പിക്കാൻ പാടില്ലല്ലോ എന്ന ബോധതലത്തിൽ നിന്നവർ അള്ളാഹുവിലേക്ക് തിരിച്ചു നടക്കുകയും ലോകത്തറിയപ്പെട്ട ആബിദത്തായി മാറുകയും ചെയ്തില്ലേ? എപ്പോഴാണോ അള്ളാഹുവിന്റെ ബോധം മനസ്സിൽ കടന്നു വരുന്നത്, അപ്പോൾ രാജിവെച്ചേക്കണം. നിങ്ങളുടെ മനസ്സിലൊക്കെ പല തെറ്റുകളെ കുറിച്ചും ഇപ്പൊ മനസ്സിൽ കടന്നു വന്നിട്ടുണ്ട്. ഇങ്ങനെ തത്തിക്കളിക്കുന്നുണ്ട്, വിസ്ഫോടനങ്ങൾ തീർക്കുന്നുണ്ട്. ഒന്ന് പറയണം ഉസ്താദിനോട്, ഒന്ന് പറയണം ഭർത്താവിനോട്, ഞാൻ നിങ്ങളില്ലാത്തപ്പോ ഫോൺ ചെയ്തത്, അവന്റെ കൂടെ കറങ്ങാൻ പോയത്, ഞാൻ ചെയ്തു പോയ സകല തിന്മകളെ കുറിച്ചും പറയാൻ വെമ്പലുണ്ട്. പൊന്നുമോളെ, ബാപ്പയോട് പറയാൻ ആഗ്രഹമുണ്ട്. ഒരാളോട് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു, അവന്റെ കൂടെ കട്ട് ചെയ്ത് ഞാൻ പോയിട്ടുണ്ട് എന്ന് പറയാൻ ആഗ്രഹമില്ലേ? ഇല്ലേ, ഇല്ലേ മോനെ, നിന്റെ മനസ്സിലും ആഗ്രഹമില്ലേ? ഞാൻ ഒരുപാട് തിന്മ ചെയ്തു പോയിട്ടുണ്ട്, അല്ലാഹുവേ എനിക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഉസ്താദുമാരോട് ചോദിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇബ്ലീസ് എന്ന ശക്തി നിന്നെ പൊതിഞ്ഞ് നിന്റെ കൽബിന്റെ മേൽ സീലി വെച്ചിട്ട് അവനിങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. ആ ഒറ്റ കാരണത്തിനാലാണ് ആ കരിങ്കൽ ഭിത്തികളെ ഭേദിച്ച് മുന്നോട്ട് വരാൻ പറ്റാത്തത്. അതുകൊണ്ട് എപ്പോഴാണോ ഇങ്ങനെ മാറി ചിന്തിക്കാനും തിരിച്ചു നടക്കാനും ബോധം വരുന്നത്, അപ്പോൾ തിരിച്ചു ചിന്തിച്ചേക്കണം, മടങ്ങിയേക്കണം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ആരാണ് ബിശ്റുൽ ഹാഫി റഹിമഹുല്ല? ഡമസ്കസിലെ വഴിയോരങ്ങളിലെ പോക്കറ്റടിക്കാരനായിരുന്നില്ലേ? ഡമസ്കസിലെ വഴിയോരങ്ങളിലെ പോക്കറ്റടിക്കാരനായിരുന്നില്ലേ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു തആല അൻഹു? ഒരു ദിവസം പോക്കറ്റടിച്ച് തിരിച്ചു വരുമ്പോഴാണ് വഴിയിൽ ഒരു ബിസ്മില്ല എന്ന് എഴുതിയ ഒരു പലക കിടക്കുന്നത് കണ്ടത്. ഒരു ചെറിയ പലക.
ബിശ്റുൽ ഹാഫി റളിയല്ലാഹു തആല അൻഹു ആ പലക പൊക്കിയിട്ട് അതിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്ന ബിസ്മില്ലാ എന്ന പടച്ചവന്റെ നാമത്തിന് മുകളിൽ പറ്റിയ എല്ലാ അഴുക്കുകളും കഴുകിക്കളഞ്ഞിട്ട് വീടിന്റെ സോക്കേസിൽ ഉയർന്ന ഭാഗത്ത് കൊണ്ടുവച്ച് തിരിച്ചു പോരുമ്പോഴാണ് മനസ്സിൽ ഈമാന്റെ തിരികെത്തിയത്. അല്ലാഹുവേ, പോക്കറ്റടിക്കാരൻ നിന്റെ പേര് എഴുതിയ ആ പലക കൈകി വെക്കാൻ എന്ത് യോഗ്യതയാ ഉള്ളത്? എന്ത് ക്വാളിഫിക്കേഷനാണുള്ളത്? എനിക്കെന്ത് യോഗ്യതയാണുള്ളത്? ചിരിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ലോകത്ത് അറിയപ്പെട്ട മഹാനായിട്ട് ഈ ഒരു ചെറിയ ചിന്ത വന്നപ്പോഴാണ് തിരിച്ച് തൗബ ചെയ്യാൻ തോന്നിയത്. ആരാണ്? ബിശ്റുൽ ഹാഫി റഹിമഹുല്ലാഹ്. അല്ലാഹു അവരോടൊന്നിച്ച് സ്വർഗം തരട്ടെ. ആരായിരുന്നു ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് മഹാനവറുകൾ? ആരാണ്? 60 കൊല്ലക്കാലം ജീവിച്ചു കഴിഞ്ഞപ്പോഴാണ് മഹാന് ബോധമുണ്ടായത്. ഒരാള് വഴി വിളിച്ച് ചോദിച്ചു ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങളോട്, എത്ര വയസ്സായി നിങ്ങൾക്ക്? എനിക്ക് 60 വയസ്സായി. വഖദ് കുൻത തംശി ഇലാ അജലില്ലാ 60 അമ്മാ. 60 കൊല്ലമായിട്ട് നിങ്ങൾ പടച്ച തമ്പുരാൻ നിശ്ചയിച്ച മരണമാകുന്ന അജലിലേക്ക് നടന്നു പോവുക ആയിരുന്നല്ലേ നിങ്ങളെന്ന് ഒരാള് വഴിയിൽ കണ്ട് ചോദിച്ചു. അയാളോട് മറുപടി പറഞ്ഞപ്പോ ഇങ്ങനെയാ തിരിച്ചു പറഞ്ഞത്, 60 വയസ്സ് വരെ നിങ്ങൾ അള്ളാഹുവിന്റെ മരണത്തിലേക്ക് നടന്നു നീങ്ങുമായിരുന്നല്ലേ. ഓർക്കണേ ഉമ്മ, ഓർക്കണേ എന്റെ പുരുഷാരമേ, ഓർക്കണേ എന്റെ ശബ്ദം കേൾക്കുന്നവരെ. 20 വയസ്സ് വരെ ജീവിക്കാൻ തൗഫീഖ് തന്ന് ഈ ഒരു പോയിന്റ്, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് 980 സ്റ്റാർട്ട് ചെയ്തവർ, 973 സ്റ്റാർട്ട് ചെയ്തവർ മരണമാകുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് ഓരോ സെക്കൻഡുകൾ നടന്ന് 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 നീങ്ങുന്നുണ്ടെന്ന ബോധം ഓർമ്മയുണ്ടോ? 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 എന്തോ അത്ഭുതമാ നമ്മുടെ ജീവിതമൊക്കെ. ഓരോ സെക്കൻഡുകൾ മരണത്തിലേക്കാണെന്ന ബോധമുണ്ടോ? ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങളോട് അയാൾ ചോദിച്ചു, വഴിയിൽ കണ്ട ആള്, നിങ്ങൾ 60 കൊല്ലായിട്ട് നടക്കായിരുന്നല്ലേ? ഈ മരണത്തിന്റെ കാര്യം അങ്ങ് ഓർമ്മപ്പെടുത്തിയപ്പോഴാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മരണവാർത്ത കേൾക്കുമ്പോ നമ്മളൊക്കെ പറയുന്നത്. ഇത് കേട്ടപ്പോഴും ആ വഴിപോക്കനായ ആള് പറഞ്ഞു, എന്താണ് ഈ പറഞ്ഞതിന് അർത്ഥം അറിയാമോ? നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചത്. ആ വഴിയാത്രക്കാരനോട് ഇതിനെക്കുറിച്ച് മഹാനവറുകൾ പറഞ്ഞത് എനിക്കറിയാം. അനലില്ലാഹി അബ്ദുൻ വഅന ഇലൈഹി റാജിഊൻ. ഞാൻ അള്ളാന്റെ അടിമയും പടച്ചവനിലേക്ക് തിരിച്ചു നടക്കേണ്ട ആളമാണെന്നല്ലേ, അതെനിക്കറിയാം. അപ്പോഴാണ് ആ യാത്രക്കാരനായ വഴിപോക്കൻ ചോദിച്ചത്, ഇതെല്ലാം അറിഞ്ഞിട്ടാണോ നിങ്ങൾ തിന്മ ചെയ്യുന്നത്? പടച്ചവൻ എല്ലാമാണെന്ന് അറിഞ്ഞിട്ടാണോ നിങ്ങൾ തിന്മ ചെയ്യുന്നത്? നിങ്ങൾ മരണത്തിലേക്ക് നടക്കുകയാണെന്ന് അറിഞ്ഞിട്ടാണോ നിങ്ങൾ ഈ തിന്മ ചെയ്യുന്നത്? തങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇയാദ് റളിയല്ലാഹു തആല അൻഹും ഇതുപോലെ തന്നെ ഒരു കവർച്ച സംഘത്തിലെ നേതാവാണ്. ഒരു വീട്ടിൽ കവർച്ച നടത്തിയിട്ട് ഓടിപ്പോവാൻ. അവിടത്തെ ആൾമറ, അവിടത്തെ ഫെൻസ് ചാടിക്കടന്ന് പോകുമ്പോഴാണ് തൊട്ടടുത്ത വീട്ടിൽ വെച്ച് ഒരു പെണ്ണ് ഓതുന്നത് കേട്ടത്. ഒരു പെണ്ണിങ്ങനെ ഓതുന്നുണ്ടായിരുന്നു, ഒരു ഉമ്മ ഇങ്ങനെ ഓതുന്നുണ്ട്. ഒരു വീട്ടിൽ നിന്ന് മോഷ്ടിച്ച് മതില് ചാടി ആ വസ്തുവുമായിട്ട് ഓടുന്ന സാഹചര്യത്തിലാണ് അടുത്ത വീട്ടിൽ നിന്ന് ഒരു ഖുർആൻ പാരായണം. അലം യഅനിലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ബിദിക്രില്ലാഹ്. ഇനിയും പടച്ചവനിലേക്ക് മടങ്ങാൻ സമയമായില്ലേ എന്നായത്ത് കേട്ടത്. ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾ കവർച്ചക്കാരനാണ്. അന്നും മോഷ്ടിച്ച ചരക്കുമായി പോകുമ്പോഴാണ് കവർച്ച നടത്തിയ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഈ പെണ്ണിന്റെ പാരായണം കേട്ടത്. ഉറക്ക വിളിച്ചു പറഞ്ഞു, നഅം നഅം ബലായ അല്ലാ, സമയമായിട്ടുണ്ട് നിന്നിലേക്ക് തിരിച്ചു നടക്കാൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് അന്ന് പിന്മാറിയതാണ് ആര്? ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു. അവരാണ് ലോകത്ത് അറിയപ്പെട്ട മഹാനായി മാറിയത്. അവരാണ് ലോകത്ത് അറിയപ്പെട്ട
അറിയപ്പെട്ട ഉന്നത സഹാബിയായി മാറിയത്. അവരാണ് അറിയപ്പെട്ട അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച ആളായി മാറിയത്. അതുകൊണ്ട് അള്ളയെ മാത്രം കൊള്ളടോ, മറ്റതെല്ലതും റോട്ടിൽ തള്ളടോ. അള്ളയുണ്ടെങ്കിലുണ്ട് സർവ്വതും, ഇല്ലെങ്കിലൊന്നുമില്ലടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വർഗമാണല്ല നരകമല്ലടോ, സ്നേഹമാണവനറിയടോ. നരക ജീവിതം സ്വർഗമാക്കുവാൻ അവനെ നീ സ്വന്തമാക്കടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. പടച്ചവൻ നമ്മളിൽ നിന്ന് ഈ നസീഹത്ത് കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. പടച്ച റബ്ബേ, നിങ്ങൾ ഈ പറഞ്ഞത് ഇഖ്ലാസുള്ള ദീനിന്റെ ദഅവത്തിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ശബ്ദം നിലനിർത്തിത്തരണേ റഹ്മാനെ. ഈ സ്നേഹബന്ധം ഇവിടെ മാത്രമല്ല, ദുനിയാവിലും നാളെ പാരത്രിക ലോകത്തും ഉപകരിക്കുന്ന സ്നേഹബന്ധങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ, ഇത് കാരണമായിട്ട് നാളെ അർശിന്റെ തണലിന് കാരണാക്കി തരണേ റബ്ബേ. ഈ മജ്ലിസ് നൂറിലേക്ക് ഇന്നലെയും ഇന്നും വന്ന കാരണത്താൽ ആ ഒരൊറ്റ